ഞങ്ങളെല്ലാവരെയും ശിക്ഷിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും എഴുന്നേൽക്കുകയും അനുഗ്രഹിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന നല്ലവനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇന്നും ഈ ബുധനാഴ്ച ദിവസവും ഈ വിശുദ്ധമായ ആരാധന സ്ഥലത്ത്, ഈ ആശ്രമത്തിൽ ഈ ആരാധന നടക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ഞങ്ങളെ ആകർഷിച്ചുകൊണ്ടുവന്ന വിധമോർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ തിരുമ്പാ സമർപ്പിക്കുന്നു. വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയവർ, വഴിയിൽ കുടുങ്ങിയവർ, രോഗികളായിരിക്കുന്നവർ, പലയിടങ്ങളിലായി ബന്ധിക്കപ്പെട്ടവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പല വിധത്തിലുള്ളതായ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നിവിടെ എത്തിച്ചേരുവാൻ ഇടയാക്കിയ നിൻ്റെ വിധമോർത്ത്, നിൻ്റെ കരുണയോർത്ത് ഞങ്ങൾ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. അഭിഷിക്തരായ രണ്ടുപേരെയും ഞങ്ങൾ തിരുമ്പാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അഭിഷേകം ജ്വലിപ്പിച്ചുകൊണ്ട് അഭിഷേകത്തിൻ്റെ നല്ല ഉപദേശം കേട്ട് വചനത്തിൻ്റെ വികാസം ഞങ്ങൾ പ്രകാശപ്രദമായി ഞങ്ങളുടെ നല്ല മനസാക്ഷിയോടെ നല്ല തീരുമാനങ്ങളെടുത്ത് ഞങ്ങൾ ഈ അന്ധകാര ലോകത്തിൽ ജ്യോതിസുകളെ പ്രകാശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ നടന്ന എല്ലാ അനുഗ്രഹകരമായ ശുശ്രൂഷകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ചകൾ നടന്ന വേലകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ചെയ്തു പോരേണ്ടത് മുന്നൊരുക്കിയ സൽപ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് പ്രചോദനവും ഉൾക്കാഴ്ചകളും മാർഗദർശനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ മാമോദീസായിലൂടെ അഭിഷേകം പ്രാപിച്ച എല്ലാവരുടെയും അഭിഷേകം ജ്വലിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പെന്തിക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുന്നു. കഴിഞ്ഞ മാസം 15-ാം തീയതി നടന്ന പെന്തിക്കോസ്ത് പെരുന്നാളും അതിനുശേഷം കടന്നുപോയതായ 4 ഞായറാഴ്ചകളിൽ നടന്ന ആരാധനകളും ഞങ്ങളുടെ സഭാ പ്രവർത്തനങ്ങളെല്ലാം ഓർത്തിന് കർത്താവ് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. പെന്തിക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞ് 4-ാം വാരം കഴിഞ്ഞ് 5-ാം വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പായി ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അവിടുന്ന് കരുതി വെച്ചിട്ടുള്ളത് ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ കുടിശ്ശിക തീർത്തേറ്റ് വാങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കൂടി വരുന്നത് തിരുനാമമഹത്വത്തിനായി തീരണമേ. ഞങ്ങളുടെ പ്രാണാനുഭവം അറിയുന്ന പ്രാണനാഥനെ ഓർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. വന്നിരിക്കുന്നവരുടെ ആത്മശരീര മനസ്സുകളുടെ ആവശ്യങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വ്യാകുലങ്ങൾ, മുറിവുകൾ, ചതവുകൾ മുതലായവയെ കാണുന്ന കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നതിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവ് ഞങ്ങളെക്കുറിച്ച് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നു അതറിഞ്ഞ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ കന്യകം അറിയാം. വചനത്തിന് മാംസം കൊടുത്ത് ശരീരം ധരിക്കുവാൻ അവസരം നൽകി ആ കർത്താവ് സർക്കാരോണം ചെയ്ത് അതിന് ശേഷം 120 പേർ ആത്മാവിൽ നിറഞ്ഞു. അവർ സഭയുടെ അടിസ്ഥാന കല്ലുകളായി 21-ാം നൂറ്റാണ്ടിലെ സഭയുടെ ജീവനുള്ള കല്ലുകളായി ഞങ്ങൾ പണിയപ്പെട്ട് ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിന് ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ആവർത്തന പുസ്തകം 33-ാം അധ്യായം കഴിഞ്ഞ ഞായറാഴ്ച വായിക്കേണ്ടതായിരുന്നു. അതിലെ ശേഷിച്ച ചില ചിന്തകളൂടെ ചേർത്ത് വെച്ച് ചിന്തിച്ച് പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 4-ാം ഞായറാഴ്ച കഴിഞ്ഞ് 5-ാം ഞായറാഴ്ച വരുമ്പോൾ അടുത്ത ഞായറാഴ്ചത്തെ നമ്മുടെ ആരാധന ആത്മാവിലും സത്യത്തിലുമാക്കുവാൻ നമ്മുടെ പിതാക്കന്മാർ പെന്തിക്കോസ്ത് കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് 5 ആഴ്ചകൾ കൊണ്ട് എന്നെല്ലാം കാര്യങ്ങൾ നേടി ആ നേട്ടം നമ്മുടേതുമായി തീർന്ന് തോമാശ്ലീഹ ഇന്ത്യയിൽ ആരംഭിച്ചതായ നമ്മുടെ സഭയുടെ അടിസ്ഥാനം ഉറപ്പിച്ച് ആ സഭയുടെ ജീവനുള്ള കല്ലുകളായി ശോഭിച്ച് ജന്മസാവലിനുടയവൻ 21-ാം നൂറ്റാണ്ടിലെ കർത്താവിൻ്റെ സാക്ഷികളായി നമ്മളും ജന്മസാവലിനുടയവാൻ നമ്മുടെ ആരാധന സഭാജീവിതം ഉതകട്ടെ. അതിന് പ്രചോദനം നൽകുവാൻ നമ്മുടെ കൂടിയൊരു മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച വായിക്കേണ്ടതായിരുന്നു. അതൊന്നുകൂടെ വായിച്ചുകൊണ്ട് അതിൽ നിന്ന് കർത്താവ് തരുന്ന സന്ദേശങ്ങളെ നമ്മൾ സ്വന്തമാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ യെശുരൂരിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായിട്ട് അവൻ ആകാശത്തോട് തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതമാണ്. കീഴെ ശാശ്വത വചനങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഈ 2 വചനങ്ങൾ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും സംരക്ഷണാബോധവും നൽകുന്ന ഒത്തിരി സത്യങ്ങൾ ഇതിനകത്ത് മറഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ പെന്തിക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞ് 4-ാമത്തെ ആഴ്ചയിൽ വന്നപ്പോഴേക്കും ഈ ബോധ്യത്തോടുകൂടി അവർ കർത്താവിൻ്റെ സാക്ഷികളായ അനേകരെ നേടിയവരാണ്. നമുക്കും അനേകരെ നേടി ദൈവത്തിൻ്റെ വേല വിജയകരമായി പര്യവസാനിപ്പിക്കുവാൻ ഈ വചനങ്ങളിലെ വാക്തത്വം നമ്മൾ സ്വന്തമാക്കുവാൻ നമുക്ക് എങ്ങനെ സഭാ ജീവിതം ഉതകും, നമ്മുടെ ആരാധന എങ്ങനെ ഉതകും, നമ്മുടെ യാമപ്രാർത്ഥനകൾ, നമ്മുടെ നോമ്പുകൾ മുതലായവ. നാളെ 13 നോയമ്പ് ആരംഭിക്കുന്നു. 13 അപ്പോസ്തലന്മാർ എങ്ങനെ ആത്മനിറവിൽ കർത്താവിൻ്റെ സാക്ഷികളായ അനേകരെ സഭയോട് ചേർത്തു.
12 ശിഷ്യന്മാർ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ അതിന് പകരം മത്യാസ് എന്ന ഒരാൾ പെന്തിക്കോസ്ത് പെരുന്നാൾ മുമ്പേ ചേർക്കപ്പെട്ടു. ആ 12 പേരോട് 120 പേരായി അവർ പെന്തിക്കോസ്ത് പെരുന്നാളിൽ ശക്തി പ്രാപിച്ച ശേഷം ആയിരക്കണക്കിന് പേർ സഭയോട് ചേർന്ന സംഭവങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലായിരിക്കും നമുക്ക് 2016 ജീവനുള്ള കല്ലുകളായി നമുക്ക് ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ചേർത്തിട്ടുണ്ടോ? നമ്മുടെ സഭാ ജീവിതം കൊണ്ട് നമുക്ക് ജീവനുള്ള കല്ലുകളായി സഭയുടെ ഏറ്റവും മുകളിലത്തെ നില പണിതുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവേറ്റം സമീപിച്ചിരിക്കുന്ന ചിലപ്പോൾ ഇത് അവസാനത്തെ നിലയാകാനാണ് സാധ്യത. അവസാനത്തെ നിലയിൽ ഈ വലിയ സഭാ കെട്ടിടത്തിൻ്റെ മുകളിലെ താഴിക കുടങ്ങളായി മാറേണ്ടവരായിരിക്കാം നമ്മൾ. അങ്ങനെ സുന്ദരമായ സഭയാകുന്ന ആ കെട്ടിടം പണി പൂർത്തീകരിക്കപ്പെടുവാൻ, നമ്മുടെ പണി പൂർത്തീകരിച്ച് സഭയുടെ മകണങ്ങളായി മാറുവാൻ നമുക്കിനി എന്താണ് തടസ്സം? നമ്മുടെ ആ വലിയ ലാക്കിലേക്ക് നമ്മൾ എത്തിക്കുവാൻ, നമ്മുടെ പിതാക്കന്മാർ പോയ പാതയിൽ സഞ്ചരിക്കുവാൻ ഈ വേദഭാവം നമുക്ക് എങ്ങനെ പ്രചോദനം നൽകും? ആവർത്തന പുസ്തകം 33 അധ്യായത്തിൻ്റെ 26-27 വാക്യം ഏത് പശ്ചാത്തലത്തിലാണ് നമ്മൾ വായിക്കേണ്ടതെന്നുള്ള കാര്യം 33 അധ്യായത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പശ്ചാത്തല ബോധത്തിൽ ഈ വേദഭാഗം വ്യാഖ്യാനിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആവർത്തനം 33-ന്റെ ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിന് മുമ്പ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹം ആവിത്. അപ്പൊ അങ്ങനെ അനുഗ്രഹം കൊടുക്കുന്ന രംഗത്തിൽ നമുക്ക് അനുഗ്രഹം വരുന്ന വഴി തുറക്കുകയാണ്. ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിന് മുമ്പ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹമാവിത്. ഇപ്പൊ മോശ ഇസ്രായേൽ മക്കളെ മുഴുവനും ഓരോ ഗോത്രങ്ങളെ വേർതിരിച്ച് വിളിച്ച് അവർക്ക് അനുഗ്രഹം കൊടുക്കുകയാണ്. പുതിയ ഇസ്രായേലാകുന്ന നമുക്ക് തോമാശ്ലീഹായും അപ്പോസ്തലന്മാരും സഭാപിതാക്കന്മാരും ഇതുപോലെ അനുഗ്രഹം തരുന്നുണ്ട്. ഈ അനുഗ്രഹമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ യാമപ്രാർത്ഥനയിലും ഓരോ ധ്യാനത്തിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കിട്ടുന്ന അനുഗ്രഹം നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടോ? അത് വരുന്ന വഴി ചോർന്നു പോകുന്നുണ്ടോ? ഇതൊക്കെയും പരിശോധിക്കുവാൻ ഈ വേദഭാവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശ്രൂരുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ഇസ്രായേലിൻ്റെ ഒരു പര്യായ പദമാണ് യെശ്രൂരു. ദൈവത്താൽ വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട പഴയ ഇസ്രായേലിനെയാണ് യെശ്രൂരു എന്നുള്ള ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ പഴയ ഇസ്രായേലിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല എന്നുള്ള അനുഭവം മോശയ്ക്ക് ബോധ്യമാണ്. ആ പശ്ചാത്തലത്തിലാണ് സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്ന് ഞാനില്ലാതെ അന്യദേവൻ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് സത്യ ഏകദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. മോശയിലൂടെ ആ കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. സീനായി മലയിൽ ഇറങ്ങി വന്ന് 10 കൽപ്പന കൊടുത്ത ദൈവത്തെ പോലെ വേറെ ആരുമില്ല. എത്രയോ ദേവന്മാരും ദേവിമാരും ഈ ലോകത്തിലുണ്ടെങ്കിലും അവരെക്കാളൊക്കെ വലിയ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും? മതവൈരാഗ്യം ഉണ്ടാക്കാനല്ല, മനപരിവർത്തനം ഉണ്ടായി സത്യദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ സത്യദൈവത്തിന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നവരാകുവാൻ നമ്മളിൽ സത്യദൈവത്തെ മറ്റുള്ളവർ കണ്ടെത്തണം. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ എല്ലാ മതങ്ങൾക്കും എല്ലാ ദേവന്മാർക്കും ദേവിമാർക്കും സ്വൈര്യമായി വിഹരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തന്നെ കൊടുത്തിട്ടുണ്ട്. മതേതര രാഷ്ട്രമായി ഭരണഘടനയിൽ എല്ലാ മതക്കാർക്കും എല്ലാ ദേവന്മാർക്കും എല്ലാ ദേവിമാർക്കും എല്ലാ ആരാധന സ്ഥലങ്ങൾക്കും സംരക്ഷണയുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ നമുക്ക് ആരോടും നിങ്ങളുടെ മതം തെറ്റാണെന്നോ നിങ്ങളുടെ ദേവനോ ദേവിയോ മോശമാണെന്ന് പറയാനൊക്കെ, പക്ഷേ നമ്മുടെ ദൈവം വലുതാണെന്ന് പറയാനാണ് ഇല്ലേ? അത് പറഞ്ഞാൽ പോരെ. എൻ്റെ ദൈവം വലിയ ദൈവമാണ്, അത് അവർ കണ്ടുപിടിക്കട്ടെ. അപ്പം നമ്മുടെ ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം വലിയ ദൈവമാണെന്ന്, അവരുടെ ദൈവത്തിനേക്കാൾ വലിയ ദൈവമാണെന്ന് നമ്മൾ പറയാതെ അവരെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അത് മതസ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. ഏത് മതം സ്വീകരിപ്പാനും ഏത് ദേവനെയും ദേവിയെ ഇഷ്ടദേവനോ ദേവിയായിട്ട് സ്വീകരിപ്പാനുള്ള വലിയ മഹാമനസ്സത ഇന്ത്യക്കാർക്കുള്ളതാണ്. ഇഷ്ടദേവനായിട്ട് ആരെ വേണേലും സ്വീകരിച്ചു എന്നാണ് ഹിന്ദുക്കൾ പറയുന്നത്. അവർക്ക് ആർക്കും വിരോധമില്ല. അങ്ങനെയാണ് നല്ലവനായ യേശുവിനെ ഇഷ്ടദേവനായിട്ട് സ്വീകരിക്കാൻ ആർക്കും തടസ്സം പറയാനൊക്കെ പോകും. എൻ്റെ യേശു നല്ലവനാണെന്ന് എനിക്ക് തോന്നിയാൽ അതിനാ. അപ്പം അങ്ങനെ ആ സ്വന്തമായി ബോധ്യം ലഭിക്കത്തക്ക തരത്തിൽ നമ്മുടെ ദൈവം വലിയ ദൈവമാണെന്ന് നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ പറഞ്ഞിട്ട് ഈ യേശുവിനെ സ്വീകരിപ്പാനിടയാകട്ടെ. തോമാശ്ലീഹ ഇന്ത്യ വന്നപ്പോൾ
തോമാശ്ലീഹായുടെ ദൈവം വലിയ ദൈവമാണെന്ന് ബ്രാഹ്മണ കുടുംബക്കാരാണ് കണ്ടുപിടിച്ചത്. ശങ്കരപുരി, പകലമറ്റം, കള്ളി, കാളിയാങ്കിൽ നിന്നും ബ്രാഹ്മണ കുടുംബക്കാർക്ക് അവരതുവരെ ആരാധിച്ചുകൊണ്ടിരുന്ന ദേവന്മാരെക്കാളും ദൈവമാരെക്കാളും വലിയവനാണ് യേശുവെന്ന് തോമാശ്ലീഹയെ കണ്ടപ്പോഴേ മനസ്സിലായി. തോമാശ്ലീഹ ആരാധന കണ്ടപ്പോൾ മനസ്സിലായി, പ്രസംഗം കേട്ടപ്പോഴും. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് നീ ആ യേശു മതി. അവര് ആരാധിച്ചുകൊണ്ടിരുന്ന ആരാധന സ്ഥലത്തെ വിഗ്രഹത്തെ മാറ്റിയിട്ട് കുരിശ് അങ്ങോട്ട് വെച്ചു. ഞങ്ങൾ ഇനി കർത്താവിനെയാണ് ആരാധിക്കുന്നത്. എന്നിട്ട് ആ പള്ളി അവിടെ ആരാധന സ്ഥലമൊക്കെ പഴയ പോലെ തന്നെ ഇരുന്നു. പക്ഷേ കേന്ദ്ര സ്ഥാനത്തെ വിഗ്രഹം അങ്ങ് മാറി, ആ സ്ഥാനത്ത് കുരിശ് വന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ കുരിശിക്കപ്പെട്ടു ഉയർന്നിട്ട് യേശുവിനെ കൊണ്ടുവന്ന ആ നല്ല പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ നമ്മുടെ യേശുവിനെ നല്ല യേശുവാണെന്ന് നമ്മുടെ അയലോകക്കാർ പറഞ്ഞിട്ടുണ്ട്. അയലോകക്കാർ വന്ന് നിങ്ങളുടെ ദൈവമാണ് വലിയ ദൈവം എന്ന് പറയാൻ ഇടയാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് അത് സാധിച്ചിട്ടില്ല? പഴയ നിയമത്തിലെ ഇസ്ഹാക്കിന് ആ കാര്യം സാധിച്ചു. പുതിയ നിയമത്തിലെ യേശുവിന്റെ മുൻകുറിയാണ് ഇസ്ഹാക്ക്. ഇസ്ഹാക്കിന് അതെങ്ങനെ സാധിച്ചു? അതെവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? ഇസ്ഹാക്കിന്റെ ദൈവം വലിയ ദൈവമാണെന്ന് ഇസ്ഹാക്കിനെ ചൂഷണം ചെയ്ത് അസൂയയോടെ പല സ്ഥലങ്ങളിൽ ഉപദ്രവിച്ചവരെല്ലാം കൂടെ വന്ന് പഞ്ചവൃക്ഷം അടക്കി കുമ്പിട്ട് പറഞ്ഞു, നിന്റെ ദൈവം തന്നെയാണ് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടിരിക്കുന്നതെന്ന് പറയും. എത്രാം വാക്യം എന്നറിയാമോ? ഏത് പുസ്തകത്തിലാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിന്റെ 26 വാക്യം. ഓർക്കാൻ നല്ല എളുപ്പമാണ്. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ ഒരു രാജാവും തന്റെ അകമ്പടി നായകന്മാരും എല്ലാവരും കൂടെ വന്ന് പഞ്ചവൃക്ഷം അടക്കി നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. അതൊന്ന് വായിക്കാവോ? അനന്തരം അബീമേലെക്ക് സ്നേഹിതനായ അഹൂസത്തും ഫീക്കോലും ഗെരാരിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നു. ഇസ്ഹാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എന്നെ അടുക്കൽ വന്നു? നിങ്ങൾ എന്നെ ദ്വേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവർ, യഹോവ നിന്നോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യ. ഈ കാര്യം നമ്മളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഈ കേരളത്തിൽ, ഈ പത്തനംതിട്ടയിൽ, ഈ തണ്ണിത്തോട് പ്രദേശത്ത് താമസിക്കുന്ന നമ്മുടെ അടുത്ത് ആരെങ്കിലും ഇതുപോലെ സത്യബന്ധം വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? എത്ര നാളായി നമ്മൾ പള്ളിയിൽ പോക്ക് തുടങ്ങിയിട്ട്, എത്ര നാളായി പ്രാർത്ഥന തുടങ്ങിയിട്ട്, എത്ര നാളായി ജീവിതം തുടങ്ങിയിട്ട് ഇങ്ങനെയൊരു സാക്ഷ്യം നമുക്ക് ഉണ്ടാകിട്ടാതെ. ഈ സാക്ഷ്യം നമ്മുടെ ഓർത്തഡോക്സുകാരായിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും യേശുവിനെ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്നവർ ഇന്ന് എല്ലായിടങ്ങളിലും ഉണ്ട്. ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഹിമാലയത്തിൽ പോയാൽ അവിടെയുണ്ട്. ഞാൻ ഹിമാലയത്തിൽ പോയപ്പോൾ അവിടെയുണ്ട്. ഹിമാലയം വരെ പോയിട്ടുണ്ട്. കന്യാകുമാരി തൊട്ട് ഹിമാലയം വരെ, വെസ്റ്റ് ബംഗാൾ തൊട്ട് പാകിസ്ഥാന്റെ ബോർഡർ വരെ പല കാര്യങ്ങൾക്കും സുവിശേഷ വേലയ്ക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ചെന്നിടത്തൊക്കെ ക്രിസ്ത്യാനികളുണ്ട്, ഓർത്തഡോക്സുകാർ പ്രത്യേകിച്ച്, അവരെല്ലാം അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് അവിടെയൊക്കെ കർത്താവിനെ സാക്ഷിക്കാൻ നല്ല സൗകര്യമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ നമ്മളെ കണ്ടിട്ട് ഈ സാക്ഷ്യം നമുക്ക് കിട്ടുന്നില്ല? നമ്മുടെ സഭ കാതോലികമാണ്, സ്ലൈഹികമാണ്, ഏകമാണ്, വിശുദ്ധവുമാണ്, ഒരു സംശയമില്ല. പരിമല തിരുമേനിയെ പരിശുദ്ധനാക്കിയ സഭയാണ്. വേറെ ഒത്തിരി പരിശുദ്ധന്മാരെ വാർത്തെടുത്ത സഭയാണ്. അപ്പോൾ നമുക്കും പരിശുദ്ധരാകാനും നല്ല സാക്ഷ്യം കൊടുക്കാനുള്ള വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. എന്നാൽ നമുക്കതെന്തുകൊണ്ട് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ള ചോദ്യത്തിൽ നമുക്ക് മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇസ്ഹാക്കിന് അങ്ങനെ ഒരു സാക്ഷ്യം കിട്ടി, നമുക്കും അങ്ങനെ കിട്ടാൻ എന്ത് ചെയ്യണം? നമുക്ക് ആവർത്തന പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. ആവർത്തന പുസ്തകം 33 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല എന്ന് അന്നുള്ള പലർക്കും അത് മനസ്സിലായതുപോലെ തന്നെ ഈ പുതിയ നിയമത്തിലെ പുതിയ ഇസ്രായേലിന്റെ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ ദൈവം ഏറ്റവും വലിയ ദൈവമാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ, തെളിയിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം എന്തെല്ലാം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകണമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സഹായം നമുക്ക് തരുവാൻ ദൈവം തയ്യാറാണ്. നിസ്സഹായ അവസ്ഥയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ സഹായം കിട്ടാൻ വേണ്ടിയുമാണ്. ദൈവം നമുക്ക് സ്വയം പര്യാപ്തത നമ്മളെ സൃഷ്ടിക്കാൻ കഴിവുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മളെ ബലഹീനരായിട്ടാണ്. അതെന്തിനാണ്? അതിനാരെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ബലഹീനതയിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് ബലവാനായ ദൈവത്തിൽ ആശ്രയിക്കാനുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ആത്മീയവും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ഒരു തരത്തിൽ ബലഹീനതകൾ നമുക്കുണ്ട്. അപ്പോഴൊക്കെയും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാമെങ്കിൽ ആ ദൈവം നമുക്ക് സഹായത്തിന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ദൈവത്തെ ആശ്രയിച്ചിട്ട് ദൈവത്തിന്റെ സഹായം കൊണ്ട് നമ്മുടെ കാര്യം നടക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തോട് കടപ്പാടുള്ളവരായിത്തീരുകയും ചെയ്യും.
ദൈവത്തെ വിട്ട് നമ്മളൊന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ പരിമിതികളുടെ മധ്യത്തിൽ, ഇല്ലായ്മകളുടെയും അല്ലായ്മകളുടെ മധ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നിങ്ങളാരും നന്ദി പറഞ്ഞിട്ടുണ്ടോ? പിറുപിറുപ്പല്ലേ, എനിക്ക് എന്നാ ഇങ്ങനെ, ഞങ്ങൾക്ക് മാത്രം എന്നാ ഇങ്ങനെ. അതുകൊണ്ട് കുടിശ്ശിയെ തീർത്ത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ബലഹീനതകൾക്ക് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് നന്ദി പറയാവോ? നന്ദി പറഞ്ഞാട്ട്, നന്ദി കർത്താവേ, നന്ദി നന്ദി. പൗലോസ്ലീഹ ഈ കാര്യം 2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ പറയുന്നു. ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു എന്ന് പറയും. ബലഹീനതകൾ പിറുപിറുക്കാനല്ല, അരിഷ്ടത ഒരു അധസ്ഥിതി ബോധത്തിൽ അസൂയപ്പെടാനല്ല, നിരാശപ്പെടാനല്ല, ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന്റെ വലിയ ശക്തിയിലേക്ക് ഒഴുകി വരാനുള്ള വേദിയാണ് നമ്മുടെ ബലഹീന വശങ്ങൾ. ദൈവം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ബലഹീനരായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതെല്ലാം കാര്യങ്ങളിലാണ് പൗലോസ്ലീഹായ്ക്ക് ബലഹീനത ഉണ്ടായിരുന്നത്, അവിടെ എല്ലാം ദൈവത്തിന്റെ ബലം വന്നിട്ട് ആ ശക്തി കൊണ്ട് താനെ യൂറോപ്പിനെ മുഴുവൻ സുവിശേഷീകരിച്ചു എന്ന് പറയുന്നു. 2 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ എത്രാമത്തെ വാക്യം തൊട്ടാണ് അത് പറയുന്നത്? ഒന്ന് വായിച്ചാട്ട്. അപ്പൊ എന്നെ കുറിച്ചോ എന്റെ ബലഹീനതകളല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. അപ്പൊ നമ്മുടെ ബലഹീനതകൾ പ്രശംസിക്കാനുള്ള വിഷയമാണ്. ദൈവത്തിന്റെ ബലം ഒഴുകി വരാൻ വേണ്ടിയാണ് നമുക്ക് ഒത്തിരി ബലഹീനത വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ബലം അമിതമാണ്. അമിതമായ ബലം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുക, അതിലൊരു അസ്വസ്ഥതയുണ്ട്. ബലം കെട്ടിക്കിടന്നാൽ അത് വീർമൂട്ടില്ല. അപ്പം നമുക്ക് തരാൻ വേണ്ടിയാണ് ഈ ബലം കിടക്കുന്നത്. ആ ബലം നമുക്ക് ദൈവം തരാണമെങ്കിൽ നമുക്ക് ബലഹീനത വേണ്ടേ? അപ്പം നമ്മുടെ ബലഹീനത കർത്താവിന്റെ അമിതമായ ബലം ഒഴുകി വരാൻ വേണ്ടിയാണ്. അപ്പൊ 2 പേർക്ക് സ്വസ്ഥത. കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി അമ്മമാർക്ക് പാല് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞ് കുടിച്ചില്ലെങ്കിൽ അമ്മമാർക്ക് എന്തൊരു വിഷമം, അമ്മമാർക്ക് അറിയതോ? കുഞ്ഞിന് കുടിക്കാൻ വന്നിരിക്കുന്ന പാല് കുഞ്ഞ് കുടിക്കുന്നില്ലെങ്കിൽ, കുഞ്ഞിന് കൊടുക്കാനൊക്കുന്നെങ്കിൽ അമ്മമാർക്ക് മാറ് ഉളക്കുക. ആ കുഞ്ഞ് കിടന്ന് കരയുമ്പോൾ സമയത്ത് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ആരൊക്കെ ആശ്വാസം, അമ്മയ്ക്ക് ആശ്വാസം, കുഞ്ഞിന് ആശ്വാസം, കണ്ടു നിൽക്കുന്ന അപ്പൻ ആശ്വാസം, വീട്ടുകാർക്ക് മുഴുവൻ ആശ്വാസം. ഇതുപോലെ അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നു പറയുന്നത്. തള്ളയെ പോലെ നമ്മളെ ആശ്വസിപ്പിക്കാമെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? യെശയ്യാ 66 എഴുതിയിട്ടുണ്ട്, അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ ഈ അമ്മ ഈ മക്കൾ കൊടുക്കാനുള്ള അനുഗ്രഹങ്ങൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക, അത് അമിതമായി തന്റെ ഉള്ളിൽ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ അമ്മയിൽ അല്ലെങ്കിൽ ഈ സഭയാകുന്ന അമ്മയിൽ ആശ്രയിക്കാമെങ്കിൽ അവളുടെ തേജസ്സിന്റെ കുജാഗ്രം നുകർന്ന് രമിക്കാൻ സാധിക്കുന്നു. അങ്ങനൊരു വചനമുണ്ട്. സഭയാകുന്ന അമ്മയുടെ തേജസ്സിന്റെ കുജാഗ്രം നുകർന്ന് രമിക്കാൻ സാധിക്കും. എത്ര വാക്യം അത്? യെശയ്യാ 66 അങ്ങനെ ഒരു വാക്യമുണ്ട്. അപ്പോൾ ദൈവത്തിലൊരു അമ്മയുണ്ട്, ഒരു അപ്പനുണ്ട്, ഒരു മകനും ഉണ്ട്. അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മായ ത്രിയേക ദൈവത്തിൽ ഒരു കുടുംബത്തിലെ എല്ലാ സ്നേഹത്തിന്റെ ഘടകങ്ങളും അവിടെ ഉണ്ട്. അപ്പൊ ദൈവം ഒരു കുടുംബം പോലെയാണ്. അപ്പൊ പിതാവിന്റെ സ്നേഹമുണ്ട്, പുത്രന്റെ സ്നേഹമുണ്ട്, അമ്മയുടെ സ്നേഹമുണ്ട്. പരിശുദ്ധാത്മാവാണ് അമ്മയുടെ ആശ്വാസപ്രദ. അമ്മമാർക്കാണ് ആശ്വസിപ്പിക്കാൻ കഴിവുള്ളത്. അപ്പൊ അമ്മയുടെ ആശ്വസിപ്പിക്കുന്ന കഴിവ് പരിശുദ്ധാത്മാവിന്റെ കയ്യിലുണ്ട്. അപ്പോൾ അപ്പനും അമ്മയും മോനും ഒക്കെയുള്ള ഒരു കുടുംബമാണ് സ്വർഗം. ആ കുടുംബത്തിന്റെ സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓരോ വ്യക്തിത്വത്തിലും ഒരു കൊച്ചു കുടുംബമുണ്ട്. നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം, നമ്മുടെ പ്രാണൻ. 11 വാക്യം വായിച്ചാട്ട്. അവളുടെ സാന്ത്വന സനങ്ങൾ പാനം ചെയ്ത് തൃപ്തരാകുകയും തേജസ്സിൻ കുജാഗ്രങ്ങൾ നുകർന്ന് രമിപ്പിക്കുകയും. പിന്നെ ഈ അമ്മ താരാട്ട് പാടുന്നൊരു വചനമുണ്ട്. ആ മുഴങ്കാഞ്ഞ മല്യത്തിൽ ആളിക്കൊന്നു. അത് എത്രാമത്തെ വാക്യോ? അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എത്ര? 12 വാക്യം, 13 വാക്യം. അപ്പൊ ഈ വാക്തത്വങ്ങളൊക്കെ നമ്മുടേതാകുന്നത് പരിശുദ്ധ സഭയിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ, വ്യാമപ്രാർത്ഥനകളിലൂടെ, ഉപവാസ യോഗങ്ങളിലൂടെയും ഈ വാക്തത്വമാണ് നമ്മൾ ആശ്വസിക്കുന്നത്. ഞാൻ നിന്റെ സഹായത്തിനായിട്ട് മേഘാരൂഢനായിട്ട് വരുന്നു എന്ന് പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ സഹായം സഭയിലൂടെ, പൗരോഹിത്യത്തിലൂടെ, കൂദാശകളിലൂടെ, ആരാധനകളിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പോൾ നമ്മൾ ബലഹീനരായതിന് നന്ദി പറയുന്നത്. അതാവ് ഞാൻ ബലഹീനനായിട്ടുണ്ട്, നിന്റെ ബലം താ. പക്ഷെ ഈ ബലഹീനത വരുമ്പോൾ വേറെ വല്ലവരെ ആശ്രയിക്കാൻ പോകുമ്പോൾ സംഗതി പറയുന്നു. ഈ ബലഹീനത വരുമ്പോൾ ദൈവത്തെക്കാൾ വേറെ ആരെങ്കിലും ആശ്രയിക്കാൻ പോയാൽ ദൈവം പെടണം. അങ്ങനെ ഒത്തിരി കേസുകൾ കിടപ്പുണ്ട്. നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അന്യദേവനെ ആരാധിക്കാൻ, അന്യരെ അന്വേഷിക്കാനും പോകുമ്പോൾ ആർക്കാ വിഷമം? ദൈവത്തിന്. ഇപ്പൊ ഏതെങ്കിലും ഒരു കുഞ്ഞ് വിശക്കുന്ന സമയത്ത്, ക്ഷീണിക്കുന്ന സമയത്ത് അമ്മയുടെ അപ്പന്റെ അടുത്ത് പോകാതെ ശത്രുവായ അയൽവക്കങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോയാൽ എങ്ങനെ ഇരിക്കും? വലിയ സങ്കടമായി തീരും. അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതേടെ നിന്റെ മോൻ എന്റെ അടുത്ത് വന്ന് കളിക്കുന്നു, നിന്നെക്കൊണ്ട് ഒളിവില്ലാഞ്ഞിട്ട് ദൈവം കളിയാക്കുകയും ചെയ്യും.
അപ്പോൾ സർവശക്തനായ എല്ലാവരേക്കാൾ വല്ലവനായ വലിയവനായ ദൈവത്തെ വിട്ടിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാൽ അത് ആകാ മാനക്കേട്. സ്വർഗത്തിലെ അപ്പച്ചന് ഭയങ്കര മാനക്കേടാ. അങ്ങനെ ആ ദൈവത്തെ എത്രയും നമ്മൾ വേദനിപ്പിച്ചു കാണും. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കർത്താവ് മതിയിരിക്കും. എന്റെ കർത്താവ് എനിക്ക് മതിയായ, ഞാൻ തരുമ്പം മതി, തരുന്നതോളം മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആശ്രയിച്ചാൽ മാത്രമേ കർത്താവിന്റെ കോപം മാറ്റി നമുക്ക് ആശ്വാസം പങ്കിടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പുരാതനായ ദൈവത്തിന്റെ സങ്കേതമാണ് കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്, ശത്രുവിനെ സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കും. അപ്പൊ ശത്രുക്കളുടെ മധ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനാ ദൈവം ഈ ശത്രുക്കളുടെ മധ്യത്തിൽ ഇട്ടിരിക്കുന്നത്? ഈ ശത്രു ആരാണ്? മനുഷ്യർ വല്ലതും ആണോ? അല്ല, പിശാചുക്കളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനുഷ്യരാരും നമ്മുടെ ശത്രുക്കൾ അല്ല. പക്ഷെ പിശാച് കയറുമ്പോൾ ശത്രു ആവും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അപ്പോഴും മനുഷ്യനെയും ശത്രുവായ പിശാചിനെയും നമ്മൾ വേർതിരിച്ച് കാണണം. അപ്പം അമ്മായിയമ്മയോ മരുമകളോ അപ്പനോ അമ്മയോ ജ്യേഷ്ഠതയോ അയൽക്കാർ ശത്രു ആകുമ്പോൾ അതിലാരെ കാണണം? പിശാചിനെ കാണണം. പിശാച് കയറിയോണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരെ സ്നേഹിക്കുകയും ആ ശത്രുവിനെ മാത്രം വെറുക്കുകയും ചെയ്യണം. പിശാചിനെ മാത്രം വെറുത്താൽ മതി. അപ്പൊ അങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നിന്റെ സഹായത്തിന് അവൻ മേഘാതനായിട്ട് വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതമാണ്, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കർത്താവിന്റെ കരം അത്രയ്ക്ക് ഭയങ്കര കരമാണ്. സ്വർഗത്തിലെ അപ്പച്ചന്റെ കൈ നമ്മളെല്ലാം കൈ വെക്കാനുള്ള കഴിവുണ്ട്. സാധാരണ അമ്മമാർക്ക് ഒരു കൊച്ചിനെ എടുത്താൽ ഇരട്ടയാണ്, രണ്ട് കൈയിൽ രണ്ടെളിയിലും വെക്കാം, മൂന്നെണ്ണെങ്കിലും പറ്റുകയില്ല ഇല്ലേ? ഒന്നിനെ താഴെ വെച്ചാൽ ഒന്നിനെ എടുക്കാൻ നോക്കുകയുള്ളൂ. സ്വർഗത്തിലെ അപ്പച്ചന് ഒന്നിനെയും താഴെ വെക്കണ്ട, എല്ലാത്തിനെയും കയ്യിൽ. അത്ര വലിയ കൈയാ. അങ്ങനെ ഒരു വലിയ കൈയുള്ള ഒരു അപ്പച്ചൻ നോക്കുള്ളപ്പോൾ പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? അപ്പോൾ നമ്മൾ ഈ ആരാധിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും കയ്യിൽ വെക്കാൻ, എല്ലാവരെയും മാറോടടയ്ക്കാൻ കഴിയുള്ള ഒരു പിതാവാണ് നമുക്കുള്ളത്. അപ്പൊ ആ പിതാവിന്റെ കരങ്ങളിൽ നമ്മൾ ഭദ്രമായാൽ വല്ല ശത്രുവും നമ്മളെ പിടിക്കുവോ? ഇല്ല. അപ്പൊ ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ അമർന്നിരിക്കുവാനാണ് ആരാധനാ ധ്യാനം. പരിശുദ്ധാത്മാവാണ് ഈ കാര്യം നോക്കുന്നത്. അതുകൊണ്ടാണ് പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം 4-ാം ഞായറാഴ്ച പിതാക്കന്മാരത് വായിക്കാൻ കാരണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നമുക്ക് ഈ ബലമുള്ള കൈകീഴിൽ അല്ലെ ഈ ബലമുള്ള കയ്യിൽ അമർന്നിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ദൈവം ആത്മാവാണ്, പിതാവായ ദൈവം ആത്മാവാണ്, സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്. ആ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മാവ് നമുക്കുണ്ട്. ദൈവാത്മാവും നമ്മുടെ ആത്മാവും കൂടെ കൂടി സ്വർഗത്തിലെ പിതാവിന്റെ കരങ്ങളിലേക്ക് കയറി ഇരിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു പേടിയില്ല, ഒരു ശത്രുവിനെ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആത്മാവായ ദൈവത്തെ ആരാധിക്കാൻ ആത്മാവ് വേണം, ആശ്രയിക്കാൻ ആത്മാവ് വേണം, സംരക്ഷണം പ്രാപിക്കാനും അതിനെല്ലാം ആത്മാവിനെ ജ്വലിപ്പിക്കണം. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുന്ന ഒരു പാട്ടെന്ന് പാടാവോ? പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണമെന്ന് ഇരിക്കുന്നു. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ കാലിന്റെ കീഴെ ചവിട്ടിക്കളയും. അപ്പൊ നമ്മൾ ചവിട്ടി മെതിച്ച് താഴെ കളയേണ്ട, മെതിച്ച് കളയേണ്ട ശത്രു ഈ ലോകത്തിലുണ്ട്. ആ ശത്രുക്കളുടെ ഇടയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ശത്രുവിനെ മാറ്റിയിട്ടല്ല, ശത്രുവിന്റെ ഇടയിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഉദ്ദേശമുണ്ട്. ശത്രു നമ്മളെ തോൽപ്പിക്കാനല്ല, നമ്മൾ ശത്രുവിനെ തോൽപ്പിക്കാനാണ്. ശത്രുവിനെ തോൽപ്പിച്ചിട്ട് സ്വർഗത്തിൽ എല്ലാവരും നമ്മളെ ശത്രു ആകുകയില്ല. നമ്മൾ ശത്രുവായ എന്തൊരു വൃത്തികേട്, അത് എന്തൊരു സങ്കടമാണ്. ദൈവം തമ്പുരാന് എല്ലാ കഴിവുകളോടുകൂടെ നമ്മളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ തെളിവാണ് ചെറിയ വർത്തറിക്കുന്ന കരൂപം. എല്ലാ കഴിവുകളോടും കൂടെ സുന്ദരനായി ബുദ്ധിമാനായി ദൈവം സൃഷ്ടിച്ച് കാണിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? അവൻ ശത്രുവായി പോയി. അപ്പൊ നമ്മൾ ശത്രുവായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ബലഹീനതയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാം ബലവും നമുക്കുണ്ട്, പിന്നെ ആരുടെ ആവശ്യമില്ലല്ലോ, പിന്നെ ദൈവം വേണ്ടല്ലോ. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് നമുക്ക് ബലഹീനതകളെല്ലാം ദൈവം അനുവദിക്കും. അപ്പൊ അങ്ങനെ 33 കോടി ദേവന്മാരെ ഉണ്ടായത് എങ്ങനെയാ? 33 കോടി മാലാഖമാരെ ഇവൻ പഴപ്പിച്ച് ശത്രുക്കളാക്കി. അങ്ങനെ കോടിക്കണക്കിന് ശത്രുക്കൾ ദൈവം തമ്പുരാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ശത്രുതയുള്ളപ്പോൾ, ശത്രുക്കൾ ഉള്ളപ്പോൾ അപ്പച്ചനോട് പറയണം, അപ്പച്ച എനിക്ക് അമ്മായിയമ്മ ശത്രുവായി, മരുമകൾ ശത്രു, അയലോക്കക്കാർ ശത്രു,
പ്രാർത്ഥന മുടക്കികൾ ശത്രു, ഏതാ കൂട്ടായ്മ മുടക്കികൾ, പ്രാർത്ഥന മുടക്കികൾ എന്ന് പറഞ്ഞ് പല ഇനം ശത്രുക്കളുണ്ട്. ആ കാര്യം ആരെയും അറിയിക്കേണ്ടത്? സ്വർഗത്തിലെ അപ്പച്ചനെ അറിയിക്കും. അപ്പച്ചൻ മക്കളെ, എനിക്ക് അതിനേക്കാൾ ശത്രുക്കളുണ്ട്, ഞാനെങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്? ഏറ്റവും വലിയ ശത്രുക്കളുള്ളത് ആർക്കാ? സ്വർഗത്തിലെ അപ്പച്ചനാ. അപ്പച്ചൻ അവരെ കത്തിക്കാൻ കഴിയില്ലാഞ്ഞിട്ടാണോ? അവരെ ഇട്ടിരിക്കുക, അവരെ പ്രയോജനപ്പെടുത്തുക. അത് നമ്മളെ കൊണ്ട് പറ്റുമോ? അപ്പം ശത്രുവായി പോയാലും അവരെ കൊണ്ട് ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചില ശത്രുവായി പോയാൽ ഉടനെ അവരെ സംഭരിക്കണമെന്നല്ല, അവരെ ചവിട്ടണമെന്നുമല്ല. അവരെ ചവിട്ടുന്നതിനും സംഭരിക്കുന്നതിന് മുമ്പ് അവരെ മുതലെടുക്കാൻ സാധിക്കും. അവരെ കൊണ്ട് ചില പ്രയോജനങ്ങളുണ്ട്. അവരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാവുന്ന ചില പണികളും ഉണ്ട്. അതവർ ചെയ്യണം. സ്നേഹമുള്ളവർക്ക് ചെയ്യാനൊക്കാത്ത ഒത്തിരി പണികളുണ്ട്. ഇപ്പം നമ്മുടെ കാലിൽ ഒരു പരുവ് വന്നു, അതൊന്ന് കീറി ഒന്ന് ഞെക്കി, അത് നമ്മൾ സ്നേഹമുള്ള ഒരാളെ കൊണ്ടത് പറ്റുമോ? അപ്പം നമ്മൾ നൊന്ത് കരയുന്ന അവരെ കയ്യങ്ങ് മാറ്റും. അപ്പം എന്നാൽ യാതൊരു കരുണയില്ലാതെ അതൊന്ന് കീറി മുറിച്ച് ഞെക്കി കഴുകി വെക്കണമെങ്കിൽ ശത്രുതയില്ലാതെ ചുമതല ചെയ്യാൻ നോക്കിയ നേഴ്സിനോ ഡോക്ടർക്കോ ആണെങ്കിൽ വേറെ നോക്കണ്ട, അവരങ്ങ് ഞെക്കും, അവൻ കരഞ്ഞാലും കാലിലും കയ്യിലും പിടിച്ചതങ്ങ്. അപ്പം സ്നേഹമുള്ളവരെ കൊണ്ട് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ശത്രുക്കൾക്കും ചുമതലക്കാർക്കും മാത്രം ചെയ്യാവുന്ന ചില, പോലീസുകാർക്ക് മാത്രമേ അടിക്കാനുള്ളൂ ലാത്തിയുണ്ട്. എന്താ, പോലീസുകാർക്ക് ലാത്തി കൊണ്ട് അടിക്കാൻ അധികാരമുണ്ട്. മര്യാദകൾ കാണിച്ചാൽ അടിച്ച് ഓടിക്കും. ഒരു പോലീസുകാരൻ അപ്പനായിരിക്കുമ്പോൾ മോനോട്ട് അടിക്കേണ്ടി വന്നാൽ എന്താ ചെയ്യുക? ഒഴിഞ്ഞങ്ങ് മാറും. വേറെ എല്ലാവരും അടിച്ചോട്ടെന്ന് വിചാരിക്കില്ലേ, ഞാനായിട്ട് അവനെ അടിക്കണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ഗതികേട് വരും. ഏതാ, ഭാര്യയ്ക്ക് ചിലപ്പോൾ ഭർത്താക്കന്മാരെ അടിക്കേണ്ടി വരും. എപ്പോഴാ? ഭാര്യ കൊള്ളരുതാഴെ കാണിച്ചാൽ ഡ്യൂട്ടിക്ക് വരുന്ന പോലീസുകാരൻ ഭർത്താവ് തന്നെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും, അടിക്കാൻ വിഷമം തോന്നില്ലേ? അതുകൊണ്ട് വേറെ എല്ലാവരും കൊണ്ടും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആ ശത്രു ഉണ്ടെങ്കിലേ ചില കാര്യങ്ങൾ അവരെ കൊണ്ട്, അതുകൊണ്ട് അവരെ കത്തിക്കുന്നതിന് മുമ്പ് ഇട്ടിരിക്കുക. അപ്പൊ അവർക്ക് അനർത്ഥ ദിവസം വരുന്നതിന് മുമ്പ് അവരെ ദൈവം പ്രയോജനപ്പെടുത്തുക. അതുകൊണ്ട് ശത്രുക്കളെ ആരെ ഏൽപ്പിക്കണം? ദൈവമാണ് പ്രതികാരം ചെയ്യേണ്ടതെന്നാണ് പറയും. പ്രതികാരം ആർക്കുള്ള? ദൈവത്തിനുള്ള. അപ്പൊ ശത്രുക്കളെ ദൈവത്തിന് സമർപ്പിച്ച ദൈവം അവരെ ശരിക്കും മുതലെടുത്തിട്ട് കളയേണ്ട സമയത്ത് കളഞ്ഞോളും. അതുകൂടി എഴുതിയിരിക്കുന്ന അറിയാവോ? സദൃശവാക്യം 16:4 യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി സൃഷ്ടിച്ചിരിക്കുന്നു, അനർത്ഥ ദിവസത്തും വരെ ദുഷ്ടനെയും കൈകാര്യം ചെയ്യുമെന്നാണ് പറയുന്നത്. അവർക്കെല്ലാം ഒരു അനർത്ഥ ദിവസമുണ്ട്. അപ്പൊ നമ്മൾ ദുഷ്ടരായി ശത്രുക്കളായി ജീവിച്ചാൽ ദൈവം അവരെ മുതലെടുത്തിട്ട് അവസാനം തട്ടിക്കളയും. അത് എനിക്ക് ആ ഗതികേട് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചോണം. അപ്പൊ ദൈവത്തിന്റെ ശത്രുവായ പിശാചിനെ ദൈവം ഈ ലോകം ഭരിക്കാൻ തന്നെ വിട്ടിരിക്കുക. നീ കൊതി തീരെ ഭരിച്ചോളാൻ പറഞ്ഞു. പക്ഷേ അവനെ കത്തിക്കുന്ന ഒരു നാള് വരും. ആ കൂടെ നമ്മൾ കത്തരുത്. നമ്മൾ കത്താതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ശത്രുവിനെ പാദപീഠമാക്കുന്ന കർത്താവിന്റെ ഉള്ളിൽ മറിഞ്ഞിരുന്നോണം. സദൃശവാക്യം 16:4 എന്താ പറയുന്നത്? യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി സൃഷ്ടിച്ചിരിക്കുന്നു, പിന്നെ അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. അപ്പോ സകലരെയും ദൈവം സൃഷ്ടിച്ചപ്പോഴെല്ലാം നല്ലതായിരുന്നു, പിന്നെ ദുഷ്ടരായി പോയതാ. എല്ലാം സൃഷ്ടിച്ചപ്പോൾ ദൈവം നല്ലതെന്ന് പറഞ്ഞു. പിന്നെ എപ്പോഴാണ് ചീത്തയായത്? മനുഷ്യൻ ദൈവത്തെ വിട്ട് സ്വയത്തിൽ ആശ്രയിച്ച് പിശാചിനോട് കൂടിയപ്പോൾ അവർ ചീത്തയായവരെ കത്തിക്കേണ്ടി വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടന്മാരെ ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കുമ്പോൾ വിവരം ആരെ അറിയിക്കണം? സ്വർഗത്തിലെ പിതാവേ, ഇന്നയാൾ ദുഷ്ടരായിട്ടുണ്ട്, ഇന്നയാൾ ശത്രുവായിട്ടുണ്ട്, ഞാൻ അവരെ വെറുക്കുന്നില്ല. അവരുടെ ഉള്ളിലെ തിന്മയെ നന്മയാൽ ജയിക്കാൻ നന്മ മാത്രം അറിയുന്ന അവസ്ഥയിൽ എന്നെ വളർത്തണം. ഞാൻ തിന്മ ആകരുത്, തിന്മയെ ജയിക്കണം. യേശുവിന്റെ മാതൃകയതാ. യേശു 30 കൊല്ലം ചെയ്ത പണി എന്താ? തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ഉപജീവിച്ചു എന്നാണ് യെശയ്യാ 7:15 പറയുന്നത്. യേശു 30 കൊല്ലം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് യെശയ്യാവ് കണ്ടു. യേശു ജനിച്ച ശേഷം 30 കൊല്ലം അജ്ഞാതരായി എന്ത് ചെയ്യുകയായിരുന്നു? തിന്മയെ തള്ളി നന്മയെ തിരഞ്ഞെടുക്കാൻ പ്രായമാകാൻ കാത്തിരിക്കുകയായിരുന്നു. നമുക്കും അങ്ങനെ ഒരു കാലമുണ്ട്. യേശുവിന് 30 കൊല്ലം വേണമായിരുന്നു, നമുക്ക് എത്ര കൊല്ലം വേണം? അതെ, അതുകൊണ്ട് അതായിരിക്കട്ടെ നമ്മുടെ ലാഹ്. എന്റെ കർത്താവിന് 30 കൊല്ലം തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. അതിന് തൈരും തേനും കൊണ്ടുള്ള ഉപജീവനം ഉണ്ടായിരുന്നു. ആ തൈരും തേനും ഏതാണെന്നറിയാവോ? തൈരെന്ന് പറഞ്ഞാൽ പാലിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനമാണ്. ഏത് പാലിൽ നിന്നാണ്? വചനമാകുന്ന പാല് ഹൃദയമാകുന്ന പാത്രത്തിൽ ഉറയൊഴിച്ച് അത് തൈരായി തീർന്നാൽ ആ തൈര് കുടിക്കാമെങ്കിൽ തിന്മയെ തള്ളാൻ സാധിക്കും. അതിനായി ധ്യാനം വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ധ്യാനം എന്ന് പറയുന്നത് വചനമാകുന്ന പാല് ഹൃദയമാകുന്ന പാത്രത്തിൽ ഉറയൊഴിച്ച് അതിനെ തൈരാക്കി എല്ലാ ദിവസവും രാവിലെ എത്തിക്കുമ്പോട്ട് ഓരോ ഗ്ലാസ് കുടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ തിന്മ തൊടുവോ? തിന്മ തൊടുകയില്ല. തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ നമുക്ക് ജയം പ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ട്
നമുക്ക് ഈ വചനമാകുന്ന പാലുണ്ടെങ്കിലും പാലുകൂടി ഉണ്ടെങ്കിലും തൈരുണ്ടാകുന്നുണ്ടോ? തൈരാകണമെങ്കിൽ പാത്രം വൃത്തിയുള്ളതായിരിക്കണം. വൃത്തികെട്ട പാത്രത്തിനകത്ത് പാൽ ഒരൊഴിച്ച് എങ്ങനെ ഇരിക്കും? പിരിഞ്ഞു പോകും. വൃത്തികേടാകും, ദുർഗന്ധം വഹിക്കുന്ന സാധനം കിട്ടുള്ളൂ. അതുകൊണ്ട് 5 കൂട്ട സാധനം കാര്യങ്ങൾ ഒഴിവാക്കിയാലേ ഈ പാത്രം വൃത്തിയാകുമെന്ന് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ വചനം വായിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പിശാചിനെ തോൽപ്പിക്കാൻ കഴിയാത്തത് എന്താണ്? യേശുവിന്റെ മാതൃകയിൽ വചനമാകുന്ന പാല് ഹൃദയമാകുന്ന പാത്രത്തിൽ ഒരേയൊഴിച്ചിട്ട് അതിനെ തൈരാക്കാൻ കഴിയുന്നില്ല. അതെല്ലാം വൃത്തികെട്ട് ദുർഗന്ധം ഈ സാധനമായിട്ട് മാറുക. 5 കൂട്ട സാധനങ്ങൾ നമ്മുടെ പാത്രത്തെ വൃത്തികേടാകും. ചതി, വ്യാജം, അസൂയ, നുണ, ദുഷ്ടത, ചതിവ്. ഒന്ന് വായിക്കാവോ? സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല്. അപ്പൊ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുന്ന വൃത്തികെട്ട പാത്രത്തിലാണെങ്കിൽ എങ്ങനെ ഇരിക്കും? പാല് നല്ലതാണ്, പക്ഷെ കുടിക്കുന്ന പാത്രവും ശുദ്ധിയുള്ളതായിരിക്കണം. ഒരയൊഴിക്കുന്ന പാത്രവും ശുദ്ധിയുള്ളതായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഒരയൊഴിക്കുന്ന പാത്രത്തിൽ ഈ 5 തരം വളിപ്പുണ്ടെങ്കിൽ ഇതെല്ലാം ചീത്തയായി പോകും. അതുകൊണ്ടൊരു പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത്, ചതി, വ്യാജം, അസൂയ, നുണയും, ദുഷ്ടതയും, പഞ്ചാവളിപ്പുകൾ ഹൃദയത്തിൽ, അവ പാപകരം, നമ്മളിൽ ഇന്നവ പാപകരം. ചതി, വ്യാജം, അസൂയ, നുണയും, ദുഷ്ടതയും, പഞ്ചാവളിപ്പുകൾ ഹൃദയത്തിൽ, അവ പാപകരം, നമ്മളിൽ ഇന്നവ പാപകരം. അപ്പൊ ഈ 5 തരം പഞ്ചവളിപ്പുകൾ കൊണ്ട് ഇരുന്നാൽ ഈ വചനമാകുന്ന പാലങ്ങോട്ട് ഹൃദയത്തിലോട്ട് ചെല്ലുമ്പോൾ അതങ്ങ് വളിച്ച് വിരിച്ചങ്ങ് പോവുക, വൃത്തികേടാവുക. അപ്പൊ അതുകൊണ്ട് ഈ വചനത്തിനൊന്നും പഞ്ഞമൊന്നുമില്ല. എഴുതപ്പെട്ട വചനമുണ്ട്, വരുന്ന വചനമുണ്ട്. ഇന്ന് വചനം കേൾക്കാൻ എന്തെല്ലാം സൗകര്യങ്ങളാണ്. വാട്സാപ്പിൽ കൂടെ കേൾക്കാം, യൂട്യൂബിൽ കൂടെ കേൾക്കാം, ഇന്റർനെറ്റിലൂടെ കേൾക്കാം, TV-യിൽ കൂടെ കേൾക്കാം. ഏതെല്ലാം മാധ്യമങ്ങളിലും വചനം അങ്ങനെ പോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കിടയിൽ മൊബൈൽ ഫോണിൽ കൂടെ വചനം കേൾക്കാം. ഇങ്ങനെ എല്ലാം ഉണ്ടായിട്ടും നമ്മൾക്ക് തിന്മയെ തോൽപ്പിക്കാനൊക്കാത്ത എന്തുകൊണ്ടാണ്? വൃത്തികെട്ട പാത്രത്തിലായി പാലെല്ലാം പുറയൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹൃദയശുദ്ധീകരണത്തിന് നമ്മുടെ സഭയെയും കൂദാശകളെയും കുമ്പസാരത്തെയും വചനത്തെയും ആരാധനയും എല്ലാം അനുതാപത്തിലേക്ക് നയിച്ച് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ ഇത് തന്നെ നമ്മളെ വൃത്തികേടാക്കുകയുള്ളൂ. പാല് നല്ല സാധനമാണെങ്കിൽ ചീഞ്ഞാൽ അങ്ങനെ ഇരിക്കും, മഹാവൃത്തികേടാണ്, ഭയങ്കര ദുർഗന്ധമാണ്. അപ്പൊ ഇന്ന് പള്ളിയിലും സഭകളിലും സമൂഹത്തിലൊക്കെ ചീഞ്ഞു നാറുന്ന മണമുണ്ട്. അതുകൊണ്ട് അവർ സഭ വിട്ട് പോകുന്നു. എന്താണ്? അവിടെയെല്ലാം പാല് ചീഞ്ഞു നാറുക. നല്ല മാത്രമാക്കാതെ ഈ വചനം കൈകാര്യം ചെയ്താൽ ചീഞ്ഞു നാറുകയേ ഉള്ളൂ. അത് അനേകം ഇടർച്ച വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കർത്താവേ, ഞാൻ മുഖാന്തരം ആരും സഭ വിട്ടു പോകാൻ ഇടയാകരുത്, ഞാൻ മുഖാന്തരം നിന്റെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകരുത്. എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചിട്ട് അതിൽ വചനമാകുന്ന പാത്രം ഒരയൊഴിച്ചിട്ട് എല്ലാ ദിവസവും നല്ല കട്ട തൈര്, അതിൻ്റെ കൂടെ തേനും കൂടെ ചേർക്കണം, നല്ല രുചിയായിരിക്കും. അപ്പൊ തേനും തൈരുമായിരുന്നു കർത്താവിന്റെ ഉപജീവനം എന്നാണ് പറയുന്നത്. മാതാവ് നല്ല കട്ട തൈര് എന്നും രാവിലെ മോന് കൊടുക്കുമായിരുന്നു. ആ തേൻകൂട് ധാരാളം അവിടെ ഉണ്ടായിരുന്നു. ആ തേനും തൈരും കൂടെ ചേർന്നാണ് കർത്താവ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. നല്ല ആരോഗ്യം. 30 വയസ്സ് വരെ മാതാമ്മച്ചി ചെയ്ത് കൊടുത്ത വലിയ ഉപകാരം ഇതാണ്. തൈരും തേനും കൊണ്ട് മോനെ വളർത്തി. അപ്പം 30ാമത്തെ വയസ്സിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗത്തിലെ അപ്പച്ചൻ വന്ന് അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നീ എൻ്റെ പ്രിയപുത്രിയാടി, നീ എൻ്റെ പ്രിയപുത്രനാടാന്ന് സ്വർഗത്തിലെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടോ? അത് കിട്ടിയാൽ മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കല്യാണം നടക്കും, നല്ല ജോലി കിട്ടി, എവിടെ പോയാലും അനുഗ്രഹം കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം പോകാൻ. അപ്പോസ്തലനായ പൗലോസിന് ആ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് കിട്ടിയെന്ന് അറിയാവോ? റോമർ 14:17 വായിച്ചു നോക്കി. റോമർ 14:17-18 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിന് മനുഷ്യർക്ക് കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണെന്നുള്ള സർട്ടിഫിക്കറ്റ് സ്വർഗത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ചെല്ലുന്നിടത്തെല്ലാം അനേകരെ തനിക്ക് കിട്ടി. എവിടെ പോയാലും ആ അനേകരെ നേടാനും സാധിച്ച്. യൂറോപ്പിനെ എവിടെ സ്വീകരിച്ച് ചെല്ലുന്നിടത്തെല്ലാം പുത്തൻ സഭകളങ്ങുണ്ടാവുക. ആ സഭകളിലൊക്കെയും യേശുവിനെ തിരിച്ചറിയുന്ന അനേക ദൈവമക്കളുണ്ടായി. എന്തുകൊണ്ടാണെന്നറിയാവോ? പൗലോസ് യേശുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ യേശുവിനെ വളർത്താൻ വേണ്ടി ആദ്യം 3 ദിവസം ഉപവസിച്ചു. അഭിഷിക്തന്റെ കയ്യിൽ കൂടി അഭിഷേകം കിട്ടി, സ്നാനമേറ്റു, കണ്ണു തുറന്നു. അതിനുശേഷം ഈ യേശുവിനെ വളർത്താൻ വേണ്ടി കുറച്ച് സാക്ഷിയൊക്കെ പറഞ്ഞു. യേശു വളരാൻ തുടങ്ങിയപ്പോൾ ഇനി നിന്റെ സാക്ഷിയും ഇവിടെ വില പോവുകയല്ല, നീ വളരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു?
അറേബ്യയിൽ പോയി തപസ് ചെയ്തു എന്നാണ് പറയും. അതെവിടെയാണെന്നറിയാവോ? ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ യേശുവിനെ വളർത്താൻ, തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്ന ഒരു തൈരും തേനും കൊണ്ട് ഉപജീവിക്കാൻ വേണ്ടി ഒരു രഹസ്യമായ മരുഭൂവാസം തനിക്കുണ്ടായിരുന്നു. ഒരു സൂചന മാത്രമേ ഉള്ളൂ. അത് ഗലാത്യർ 1-ാം അധ്യായത്തിൽ എത്രാം വാക്യത്തിലാണെന്ന് കണ്ടിട്ടുണ്ടോ? പൗലോസ് ശ്ലീഹ ദമസ്കോസിൽ നിന്ന് പോയി സഭാപിതാക്കന്മാരെ കണ്ടു, അവിടെ ആവചരി വെച്ചു, താൻ മാനസാന്തരപ്പെട്ട കാര്യം എല്ലാവർക്കും സന്തോഷം നൽകി. അങ്ങനെ ഒരു റൗണ്ട് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം താൻ എങ്ങോട്ട് പോയി? മരുഭൂമിയിൽ അറേബ്യയിൽ തപസ് ചെയ്തെന്നാ പറയും. എത്രാം വാക്യാന്ന് കണ്ടോ? 17-ാം വാക്യത്തിൽ എന്ത് പറയുന്നു? എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുത്ത് പിന്നെ എന്ത് ചെയ്തു? പിന്നെ അപ്പൊ അറേബ്യയിൽ പോയെന്നുള്ളൊരു കാര്യം സൂചനയുള്ളൂ. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ യെരുശലേമിലേക്ക് പോയെന്നാ പറയുന്നത്. നമ്മുടെ ഈ ജീവിതത്തിൽ ഈ രഹസ്യമായി നമ്മൾ ജനിക്കുന്ന യേശുവിനെ വളർത്താൻ ഒരു മരുഭൂമിയുടെ വേർതിരിക്കപ്പെട്ട അവസ്ഥ ആവശ്യമാണ്. നമുക്ക് മരുഭൂമി വന്നാൽ കിരപ്പഴയാണെന്നേ പറയുള്ളൂ അല്ലേ? ആ മരുഭൂമിയിലേക്ക് പോകുകയോ മരുഭൂമി ഇങ്ങോട്ട് വരുവോ വേണം. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിൽ പോകണമെങ്കിൽ രാജസ്ഥാൻ വരെ പോകേണ്ടി വരും. അതിനേക്കാളും മരുഭൂമി കേരളത്തിലേക്ക് വരികയാണല്ലോ അല്ലേ? കർത്താവ് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ യേശുവിനെ വളർത്താൻ വേണ്ടി എല്ലാവരെയും അകത്തി തരും. ഇപ്പൊ മരുഭൂമി ഉണ്ടായി കിട്ടും. അപ്പൊ നന്ദി പറയുമോ? എല്ലാവരെയും കർത്താവ് പിണക്കും. എന്റെ നാമത്തെ സകലം തന്നെ പകയ്ക്കും. അപ്പൊ വിചാരിച്ചോണം, എനിക്ക് എന്റെ കർത്താവിനെ ഒറ്റയ്ക്ക് വളർത്താൻ വേണ്ടി ഒരു മരുഭൂമി തന്നിരിക്കുകയാണ്. അപ്പൊ അമ്മായിയമ്മയും മരുമകളും ജ്യേഷ്ഠനും ചേട്ടത്തിയും ഭാര്യയും ഭർത്താവൊക്കെ സ്വല്പം നേരത്തേക്ക് ഒന്ന് പിണങ്ങിയാൽ നിരാശപ്പെടണോ? അത് കർത്താവിന്റെ കൈകൂടി അതിനകത്തുണ്ടെന്നാ പറഞ്ഞു. എന്തിനാ? നമുക്ക് യേശുവിനെ വളർത്താൻ വേണ്ടി ഒരു മരുഭൂമിയിൽ നമുക്ക് ഏതം തോട്ടം പണിയാൻ സാധിക്കും. അതെവിടെയാണെന്നറിയാവോ? അങ്ങനെ ഒരു വചനമുണ്ട്. യെശയ്യാ 51-ാം അധ്യായത്തിൽ മരുഭൂമിയുടെ അനുഭവം നമുക്ക് നഷ്ടപ്പെട്ട ഏദൻ തോട്ടം വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ആദാമിന് ഹവ്വയ്ക്കും മരുഭൂമി, ഈ ലോകം മരുഭൂമി പോലെ മുള്ളും പറക്കാരെയും നിറഞ്ഞതായി ശപിക്കപ്പെട്ടു പോയി. യേശു അതുകൊണ്ട് 40 ദിവസം മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടന്നു. 40 കൊല്ലം പഴയ ഇസ്രായേൽക്കാർ മരുഭൂമി കൂടെ ഉഴന്നു നടന്നു. അതിന്റെ ഇടയിൽ യോശുവായ്ക്കും കാലേബിനും ഏദൻ തോട്ടം പണിയാൻ 3-ാം വാക്യം എവിടെയാ? യെശയ്യാ 51-ന്റെ 3-ാം വാക്യത്തിൽ എന്താ പറയുന്നു? യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അതിന്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിന്റെ മരുഭൂമിയെ ഏദൻ തോട്ടം പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ തോട്ടത്തെ പോലെയും ആക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയ അനുഭവം കിടപ്പുണ്ട്. ഈ യേശുവിന്റെ മാതൃകയിൽ തിന്മയെ തള്ളി നന്മയെ തെളിക്കാൻ പ്രായമാകണമെങ്കിൽ ഒരു മരുഭൂമിയുടെ അനുഭവം കൂടെ, ഒറ്റപ്പെട്ട അനുഭവമാണ് അത്. നമ്മൾ അങ്ങനെ മരുഭൂമിയുടെ അനുഭവം കിട്ടുന്നില്ലെങ്കിൽ കർത്താവ് അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ വിടുകയോ അങ്ങനെയുള്ള അനുഭവം ഇങ്ങോട്ട് കൊണ്ടുവരുകയോ ചെയ്യുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ മരുഭൂമിയുടെ അനുഭവം നമുക്ക് ദൈവം കൊണ്ടുതരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ഇതിൽ മാത്രമേ എൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. സ്വാഭാവികമായി മരുഭൂമി വന്നു ചേരും, പക്ഷെ ഒത്തിരി കാലം പിടിക്കും അതിന്. നേരത്തെ മരുഭൂമി ആണെങ്കിൽ കൃത്രിമമായിട്ട് മരുഭൂമി ഉണ്ടാക്കേണ്ടി വരും. സന്യാസിമാരൊക്കെ കൃത്രിമമായിട്ട് മരുഭൂമി ഉണ്ടാക്കുന്നവരാണ്. ഏതാ? അപ്പനും അമ്മയും ഉണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ കർത്താവ് മതി എന്ന് പറഞ്ഞവര് അവർ പോയി മരുഭൂമിയിലോ അല്ലെങ്കിൽ വനത്തിലോ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുക. നമ്മുടെ മാത്യൂസ് റമ്പാച്ചനെ കിട്ടുന്ന സമയം എല്ലാം മാറി നിന്ന് പ്രാർത്ഥിക്കുക, മരുഭൂമി ഉണ്ടാക്കുക. തുറുവിന് ചുവട്ടിലും തട്ടും പുറത്തും ഒക്കെ കയറി ഇരുന്ന് മരുഭൂമി അവിടെയൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെറുപ്പം തൊട്ട് മരുഭൂമിയോട് താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. അങ്ങനെയായി തണ്ണിത്തോടിലൊക്കെ വന്ന് ആനമാടത്തെ കിടന്നുകൊണ്ടൊക്കെ ഇത് പണിതെന്നാണ് പറഞ്ഞില്ലേ? തണ്ണിത്തോട് പള്ളിയൊക്കെ പണിത് ആനമാടത്തെ കയറിയിരുന്ന. അപ്പൊ ഈ വനം പ്രദേശത്തെ മരുഭൂമിയുടെ അനുഭവത്തിൽ ഏകാന്തതയിൽ താൻ പ്രാർത്ഥിച്ചാണ് തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായം ആയത്. അത് കഴിഞ്ഞ് മടി പാമ്പ് കയറിയിരുന്നാലും പാമ്പ് കടിക്കുകയില്ല, അങ്ങനെ പാമ്പിരുന്ന. അപ്പൊ എല്ലാം നമ്മുടെ സ്നേഹിതരായി മാറും, എല്ലാവരെയും നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന പറയും. ഇപ്പൊ ഈ അനുഭവം സന്യാസ ജീവിതത്തിന് വിളിയുള്ളവർ എത്രയും നേരത്തെ തന്നെ കൃത്രിമമായിട്ട് തന്നെ മരുഭൂമി ഉണ്ടാക്കി അവര് വനത്തിലേക്ക് പോകുന്ന പോലെ പോയി അപ്പോൾ എല്ലാവർക്കും അവരെ ആവശ്യമായി തീരും. ഇപ്പൊ മാത്യൂസ് റമ്പാച്ചന്റെ അടുത്ത് രാവിലെ വൈകിട്ട് രാത്രി എല്ലാ ആളാണ്, എല്ലാവർക്കും സഹായം വേണം, എല്ലാവർക്കും കൂട്ട്, എല്ലാവർക്കും പ്രചോദനം, അനേകരെ ആശ്വസിപ്പിക്കുന്ന ആളായത് എന്തുകൊണ്ടാണ്? തിന്മയത്തിൽ നമ്മെ തീർക്കാൻ പ്രായമാകുന്നവരെ ധൈര്യം തേൻ കൊണ്ട് ഉപജീവിച്ചു. മാത്യൂസ് റമ്പാച്ചന്റെ ബൈബിൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാം വരയിട്ടും കണ്ണുനീർ കൊണ്ട് നനഞ്ഞിരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മാത്യൂസ് റമ്പാച്ചന്റെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം വായിച്ചിട്ട് താൻ കരയുമ്പോൾ കണ്ണുനീര് അവിടെ വീഴും. ഡയറിയിൽ അതിന്റെ വേദഭാഗം കുറിച്ചിട്ട് പ്രാർത്ഥനയാണ്.
അങ്ങനെ വിശുദ്ധിയിലേക്ക് വളർന്ന് മനുഷ്യരെ കൊള്ളാവുന്നവനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനുമായി തീർന്നു. യേശുവിനെ ഉള്ളിൽ വളർത്തിയെടുത്തു. ഇനി റോമാലേഖനം 16-17 വായിച്ചു നോക്കി. പൗലോസ്ലീഹ അറേബ്യയിൽ പോയി തപസ് ചെയ്തപ്പോൾ തന്റെ ഉള്ളിൽ ജനിച്ച് യേശുവിനെ 30 വയസ്സുള്ള യേശുവായിട്ട് അങ്ങ് വളർത്തി. അപ്പൊ തനിക്കുണ്ടായ പരീക്ഷകളിൽ ഒക്കെ തനിക്ക് വലിയ വിജയം ലഭിച്ചിട്ട് താൻ ചെല്ലുന്നിടത്തെല്ലാം യേശുവിനെ സാക്ഷിക്കാൻ ഇടയായി. അപ്പോൾ പൗലോസ്ലീഹ മനുഷ്യർക്ക് കൊള്ളാവുന്നതിനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുമായത് എങ്ങനെയാണ്? റോമർ 14-17 വാക്യത്തിൽ മുമ്പേ ദൈവരാജ്യം അന്വേഷിച്ചു. എല്ലാത്തിനേക്കാൾ അധികമായി ദൈവരാജ്യം അന്വേഷിച്ചു. ദൈവരാജ്യം എന്തല്ലെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ദൈവരാജ്യം ഭക്ഷണവുമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും. ആ 3 അനുഭവത്തിൽ ക്രിസ്തുവിനെ സേവിച്ചു. അത് അടുത്ത വാക്യം 18 വാക്യം. അതിൽ ക്രിസ്തുവിനെ, അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർ കൊള്ളാവുന്നവരും ആകണമെങ്കിൽ അതിൽ ക്രിസ്തുവിനെ സേവിക്കണം. ഏതിൽ? നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? അപ്പൊ ജോലിയില്ലാന്നൊരു പ്രശ്നം ക്രിസ്ത്യാനികൾക്കില്ല. അവിടെ ജോലി, ഒന്നാമത്തെ ജോലി തന്നെ പ്രാണനെ രക്ഷിക്കുന്നതാണ് ജോലി. പ്രാണനെ രക്ഷിച്ചിട്ട് പിതാവിൻ്റെ കൂടെ മറഞ്ഞിരിക്കുന്നതാണ് നീതി. അതെവിടെ എഴുതിയിരിക്കുന്നത്? പിതാവിൻ്റെ കൂടെ മറഞ്ഞിരിക്കുന്നത് നീതിയാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ യോഹന്നാൻ ശ്രീയ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പിതാവിന്റെ സന്നിധിയിൽ പോയി മറഞ്ഞു നിന്നിട്ട് പിന്നെ നിങ്ങളാരും എന്നെ കാണാതിരിക്കുമ്പോൾ നീതിയെക്കുറിച്ച് അങ്ങനെ ഒരു നിർവചനം പറയുന്നുണ്ട്. അവൻ വായിച്ചാട്ടെ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തും. ഇനി അതിന്റെ നിർവചനം തറയാ, താഴോട്ട് വായിച്ചാട്ടെ. അപ്പൊ അവിശ്വാസം പാപമാണ്. പിന്നെ ഇപ്പൊ പിതാവിന്റെ അടുക്കൽ പോയി ആരും കാണാതെ മറിഞ്ഞിരിക്കുന്ന ഒരു നീതി, അങ്ങനത്തെ നീതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീതി എന്നുള്ള വാക്ക് ഒത്തിരി ദുർവിനിയോഗം ചെയ്യിക്കുന്ന ഒരു കാലമാണ് നീതി. സമരപ്പന്തലിൽ എഴുതി വെച്ചിരിക്കുന്നത് സർക്കാർ നീതി പുലർത്തണം, മാനേജർ നീതി പുലർത്തണം, അവർ നീതി പുലർത്തണം, നീതി എന്ന് പറഞ്ഞ സമരമാണ്. പക്ഷെ നീതി എന്നുള്ളത് വാസ്തവത്തിലുള്ള അർത്ഥം എന്താണ്? നീതി എന്ന് പറയുന്ന അദൃശ്യനായ ദൈവത്തിനോട് അദൃശ്യമായിരിക്കുക. അദൃശ്യനായ ദൈവത്തിനോട് അദൃശ്യമായി മറഞ്ഞിരുന്ന് ആ അദൃശ്യനായ പിതാവാ ദൈവം വരാൻ പുത്രനെ നമുക്ക് തരുന്നവരെ കാത്തിരിക്കണം. അങ്ങനെ പിതാവ് നമുക്ക് തരുന്ന സമ്മാനമാണ് പുത്രൻ. പുത്രനെ ഇവിടെ ഇരിക്കുമ്പോൾ പുത്രനെ വളർത്തി സ്വർഗാരോഹണം ചെയ്യിക്കുമ്പോൾ കിട്ടുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ കിട്ടിയാലേ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാൻ, ആ സന്തോഷമുള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിനെ സേവിക്കാൻ. ഇതാണ് നമ്മുടെ പ്രധാന പണി. അതുകൊണ്ട് ഏത് ഡിഗ്രിക്ക് പഠിച്ചാലും എത്ര പ്രായമായാലും ഈ പണിയാണ് ആദ്യം പഠിക്കേണ്ടത്. അത് പഠിച്ചാൽ പിന്നെ ജോലിക്ക് വേണ്ടി തെണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ? ജോലി നമ്മളെ തേടി വരും. അപ്പൊ നമുക്ക് ധനവും മാനവും ജീവനും വേണമെങ്കിൽ താഴ്മയും വ്യഭക്തിയും പ്രാപിച്ച് യേശുവിനെ സേവിക്കാൻ പഠിച്ചാൽ മതി. യേശുവിനെ സേവിക്കാൻ തയ്യാറായാൽ മതി. താഴ്മയും വ്യഭക്തിയും ഉണ്ടെങ്കിൽ ധനവും മാനവും ജീവനും നമ്മളെ, അതെവിടെയാ? സദൃശവാക്യം 22:4. സദൃശവാക്യം 22:4 താഴ്മയും വ്യഭക്തിയും യേശുവിന്റെ മാതൃകയാണ്. യേശു എവിടം വരെ താണു? പാതാളം വരെ താണു, സ്വർഗത്തോളം ഉയർന്നു. തിന്മയെ വെറുത്തിട്ട് നന്മയെ സ്നേഹിക്കുന്നതാണ് ഭക്തി. സദൃശവാക്യം 8:13. സദൃശവാക്യം 8:13 യഹോവാഭക്തി ദോഷത്തെ വെറുക്കുന്നതാണ്. ഏതെല്ലാം ദോഷത്തെയാ? ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ളത്. ഈ 4 തരം ദോഷങ്ങളെ വെറുത്തിട്ട് നന്മയെ മാത്രം സ്വീകരിക്കുന്നതാണ് ഭക്തി. ആ ഭക്തിയോടുകൂടെ ക്രിസ്തുവിനെ സേവിക്കണമെങ്കിൽ എന്തു വേണം? പരിശുദ്ധാത്മാവുള്ള സന്തോഷവും സമാധാനവും വേണം. അതാണ് പിതാവിന്റെ കൂടെ മറഞ്ഞിരിക്കുമ്പോൾ നീതി അന്വേഷിക്കുക. ആരും നമ്മളെ കാണാണ്ട്. അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടോ? കർത്താവ് 30 കൊല്ലം പിതാവിന്റെ കൂടെ മറഞ്ഞിരുന്നു. പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞാലും അമ്മച്ചമ്പ കൊണ്ട് 5000 വരെ പോഷിപ്പിച്ച ശേഷം സന്ധ്യയായപ്പോഴേ മലയിലോട്ടൊരു പോടക്കാം. ജനങ്ങൾക്ക് ഇവനെ ഇപ്പൊ രാജാവാക്കണമെന്നാ. അതൊന്നും വേണ്ട ഇപ്പോഴ്. ഇപ്പം വേണ്ട എനിക്ക് എന്റെ അപ്പച്ചന്റെ അടുത്ത് പോകണം. ഈ 5000 പേരുടെ പേരിൽ 12 പേരുടെ പേരിൽ ചില കേസുകളുണ്ടായി. ആ കേസ് തീർക്കാൻ ഞാൻ അപ്പച്ചന്റെ അടുത്തേക്ക്. അങ്ങനത്തെ സ്വഭാവം നമുക്ക് കേട്ടോ. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള ആ വ്യഗ്രത, അത് നീതിയാ. എല്ലാത്തിനേക്കാൾ അതിയായി പിതാവിൻ്റെ കൂടെ ഇരിക്കാനുള്ള ആഗ്രഹം. അതിരാവിലെ കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാം. അതിരാവിലെ പോയി പ്രാർത്ഥിച്ചിട്ട് വരികയാണ്. സന്ധ്യയ്ക്ക് കയറി പോകുന്നത് കാണാം. രാത്രി മുഴുവൻ അവിടെ ഇരിക്കുന്ന കാര്യം കൊണ്ട്. ഇങ്ങനെയൊക്കെയാണ് പിതാവിൻ്റെ കൂടെ. അപ്പൊ കർത്താവ് 30 കൊല്ലം ഇരുന്നത് കൂടാതെ എല്ലാ ദിവസവും ഇങ്ങനെ പിതാവിൻ്റെ കൂടെ. അതിന് ശേഷമാണ് താൻ
ആയിരക്കണക്കിന് പേർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷ ഉണ്ടായത്. ആ യേശു നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പിതാവിൻ്റെ കൂടെ ഇരുന്ന് പിതാവിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. പിതാവിന്റെ സമ്മാനമാണ് പുത്രൻ. പിതാവ് പുത്രനെ നമുക്ക് തരികയും നമ്മളെ പുത്രന് കൊടുക്കുകയും ചെയ്താലേ പുത്രന്റെ അടുത്ത് പോകാൻ പോകുന്നത് കർത്താവും പറയുന്നു. അതെ, അപ്പൊ പുത്രനെ കിട്ടിയാലേ പരിശുദ്ധാത്മാവിനെ കിട്ടിയാലേ അവന് സന്തോഷിക്കാനൊക്കെ ഉള്ളൂ. ഈ സന്തോഷം പങ്കിടാൻ വേണ്ടിയാണ് ശുശ്രൂഷകളൊക്കെ, അല്ലാതെ ഒന്നും കിട്ടാനില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒന്നിച്ചു കൂടി വന്നിരിക്കുമ്പോൾ മുമ്പേ അവർ രാജ്യവും നീതി അന്വേഷിച്ച് പിതാവിന്റെ കൂടെ ഇരുന്ന് പുത്രനെ കിട്ടി ആത്മാവിൽ നിറഞ്ഞിട്ടാണ് നമ്മൾ കൂട്ടായ്മയ്ക്ക് വരുന്നെങ്കിൽ നമ്മുടെ സന്തോഷം മറ്റുള്ളവരെ പകരാൻ സാധിക്കും. സന്തോഷം പങ്കിട്ടാൽ ഇരട്ടിയാകും, ഭാരം പങ്കിട്ടാൽ പകുതിയാകും എന്നാ പറയും. കൂട്ടായ്മയുടെ ഗുണം അതാ. അപ്പൊ പള്ളിയിൽ പോയാലും കൂട്ടായ്മയ്ക്ക് പോയാലും ധ്യാനത്തിനുള്ള ഗുണമെന്നാ? പിതാവിന്റെ കൂടെ ഇരുന്ന് നീതി നിവർത്തിച്ച് നീതി അന്വേഷിച്ച് പുത്രന്റെ കൂടെ ഇരുന്ന് സമാധാനം നദി പോലെ ഉൾക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കിട്ടിയ സന്തോഷം പങ്കിടാൻ വേണ്ടി വേണം നിങ്ങളോട് വരാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൃപകളും കൃപാവരങ്ങളും കിട്ടും. വരുന്നവർ അന്യോന്യം നമ്മൾക്ക് അത് പങ്കിട്ട് കഴിയുമ്പോൾ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ മനുഷ്യർക്ക് കൊള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും ആകുമ്പോൾ നമ്മൾ ഒന്നും തേടേണ്ട, നമ്മൾ വേണ്ടിയതല്ല. താഴ്മയും യഹോഭക്തിയും ഇതിനകത്ത് കയറി വരുമ്പോൾ ധനവും മാനവും ജീവനും തേടി വരും. അപ്പൊ പിന്നെ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ ഏതെങ്കിലും ധനമോ മാനമോ ജീവനോ കുറഞ്ഞു പോയെന്ന് തോന്നി അതിന്റെ അർത്ഥം എന്നാ? താഴ്മയും യഹോഭക്തിയും കുറഞ്ഞു എന്ന് അതിന്റെ അർത്ഥം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ശത്രുവിനെ പാതവിടമാക്കുവാൻ, കർത്താവിന്റെ കൂടെ ഇരിക്കുവാൻ, കർത്താവിനെ സേവിക്കുവാൻ ഈ ആരാധനയും ധ്യാനവും കൂട്ടായ്മയും പ്രയോജനപ്പെടുത്തിയാൽ പൗലൂസിനുണ്ടായ അനുഭവം അങ്ങനെ ഭക്ഷണവുമല്ല പാനീയവുമല്ല നീതിയും സമാധാനം പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ് താൻ തെളിയിച്ചു. താൻ ഒത്തിരി പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ വചനവും ദൈവാത്മാവും തന്നെ ശക്തീകരിച്ചിട്ടുണ്ട്. അതെവിടെ എഴുതിയിരിക്കുന്നത്? 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട് വായിച്ചു നോക്കിയാൽ തനിക്കുണ്ടായ കഷ്ടങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ് അതിനെയൊക്കെ സുവിശേഷത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുക. തനിക്കുണ്ടായ അനുഭവങ്ങൾ മുഴുവൻ സുവിശേഷത്തിന് അനേകരുടെ നേട്ടത്തിന് വിവരിച്ചു എന്നാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 12-ന്റെ 8 മുതൽ താഴോട്ട് വായിച്ചു നോക്കുമ്പോൾ തനിക്കുണ്ടായിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും അനേകരെ നേടുവാനും സുവിശേഷ വില ചെയ്യാനും വിവരിച്ചു എന്നാണ് പറയുന്നത്. എന്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. എന്നിട്ട് എന്തെല്ലാം ബലഹീനതകൾ തനിക്കുണ്ടായി ആ ബലഹീനതയിൽ ദൈവത്തിന്റെ ബലം വന്നുകൊണ്ടിരുന്നു എന്നാണ്. ഏതൊക്കെയായിരുന്നു ബലഹീനത? കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം. ശക്തനാകുന്നു. അപ്പോൾ പൗലോസിയ അങ്ങനെ ഒത്തിരി കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. ഒത്തിരി നാളും പട്ടിണി കിടക്കേണ്ടി വന്നു, ജയിലിൽ കിടക്കേണ്ടി വന്നു, അടികൊള്ളേണ്ടി വന്നു. ഇത് വേറൊരിടത്ത് പറയുന്നുണ്ട്, ആ കയ്യിന്റെ ലിസ്റ്റൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സുവിശേഷത്തിന് ഉദവിയെന്നാ പറയുന്നത്. അതെവിടെയാ താൻ സാക്ഷ്യം പറയുന്നത്? ജയിലിൽ കിടക്കുന്ന സമയം കൈകാലുകൾ ആമത്തിലിട്ടിരിക്കുമ്പോൾ ചങ്ങലയിൽ കിടക്കുമ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു. ആ കാര്യം ഫിലിപ്പിയ സഭയെ അറിയിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസിയ തനിക്കുണ്ടായ അനുഭവങ്ങൾ മുഴുവനും സുവിശേഷത്തിന്റെ പ്രചരണത്തിന് അനേകം യേശുവിനെ കൊടുക്കാൻ, യേശുവിനെ വളർത്താൻ ഉപകരിച്ചു എന്നാണ് താൻ സാക്ഷ്യം പറയുന്നത്. എത്രയാ? ഫിലിപ്പിയർ 1-12. സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു ആഗ്രഹിക്കുന്നു. അപ്പൊ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി തനിക്ക് സംഭവിച്ചത് മുഴുവനും അതെല്ലാം പരിശുദ്ധാത്മാവിൽ സന്തോഷം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പൊ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുകയും നദി പോലെ സമാധാന ഹൃദയത്തിലേക്ക് ഒഴുകി വരികയും പിതാവിന്റെ കൂടെ മറഞ്ഞിരിക്കുകയും ചെയ്യാനുള്ള ആ വിദ്യ താൻ പഠിച്ചു. അതാണ് ദൈവരാജ്യം. അപ്പൊ ദൈവരാജ്യത്തിന്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിച്ചുകൊണ്ട് നടന്നപ്പോൾ പൗലോസിയായിക്ക് വേണ്ടി ഇതെല്ലാം വന്നുകൊണ്ടിരുന്നു. തനിക്ക് കൂട്ടുകാരും സഭയും സഭാമക്കളും തന്നെ ഈ അനുഭവങ്ങളിൽ താനെ കുറ്റം ചെയ്തിട്ടുള്ള ജയിലിൽ കിടക്കുന്ന എല്ലാവർക്കും ബോധ്യമായെന്നാ പറയും. അതെവിടെ എഴുതിയിരിക്കുന്നത്? പൗലോസിയ പറയുന്നുണ്ട്, ഞാൻ കുറ്റം ചെയ്തിട്ടല്ല ജയിലിൽ കിടക്കുന്നതെന്ന് പട്ടാളക്കാർക്കും മനസ്സിലായി, കാവക്കാർക്കും മനസ്സിലായി, കൂടെയുള്ളവർക്കും മനസ്സിലായി എന്നാണ്. അതെവിടെ എഴുതിയിരിക്കുന്ന അറിയാവോ? അതെ, ആ ഫിലിപ്പ് ലേഖനത്തിന്റെ ബാക്കി അതിന്റെ അതെ, അത് എത്രാം വാക്യമാ? ഫിലിപ്പിയർ 1:13 വായിച്ചാട്ടെ. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നുവെന്ന് അകമ്പടി പട്ടാളക്കാർക്കും
അതെ. സഹോദരന്മാർ മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം കൊണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. അപ്പം നമുക്കുണ്ടാകുന്ന കള്ളക്കേസായാലും ജയിലായാലും അധിക്ഷേപമായ കുറ്റം പറച്ചിലാണെങ്കിലും അതിനെ സ്വാഗതം ചെയ്യാമെങ്കിൽ അവിടെയും ക്രിസ്തുവിനെ സാക്ഷിക്കാൻ സാധിക്കും. നമ്മൾ പൊട്ടിത്തെറിക്കേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യം, എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചാൽ മതി. അത് സുവിശേഷത്തിനായിട്ട് ഉതവും എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നമുക്ക് ആരെങ്കിലും നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഒരു ടീച്ചർ ഫോൺ ചെയ്ത് സങ്കടം പറഞ്ഞു. പ്രഭാച്ചോ, ഒരു സങ്കടം പറയാൻ വിളിച്ചതാണ്. പല പ്രാവശ്യം ധ്യാനിക്കാൻ വന്ന ഒരു സ്ത്രീയെ പ്രാർത്ഥിച്ച് മറുപടി കിട്ടി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. പഠിക്കുകയില്ല എന്ന് കുഞ്ഞ് ഇപ്പോൾ പഠിച്ച് നല്ല മാർക്കോടെ പാസ്സായി. സമാധാനം ഇല്ലായിരുന്നു, വീട്ടിലിപ്പോൾ സമാധാനമുണ്ട്. എല്ലാം പ്രാർത്ഥിച്ച് ചെയ്യുന്നു. വാട്സാപ്പിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ മെസ്സേജ് കേട്ട് സന്തോഷമായി ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ. സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴേ ഒരു ആധ്യാത്മീയത ഉണ്ടെന്ന് കഴിഞ്ഞപ്പം ജഡീകരെല്ലാം ശത്രുക്കളായി. അവിടെ ഒരു ഭക്തിക്കാരുത്തി എന്ന് പറഞ്ഞാൽ പരസ്യമായി കുറ്റം വിധിക്കുക. അത് സഹിക്കാൻ വേണ്ടിപ്പോൾ ഞാൻ ക്ലാസ് റൂമിൽ പോകുമ്പോൾ ചോദിച്ച് ഓഫീസിലോട്ട് വരുമ്പം കൂട്ടുകാരായ ടീച്ചേഴ്സ് എന്നെ കളിയാക്കുക, പരിഹസിക്കുക. എനിക്കതും കൂടെ സഹിക്കാൻ മേലെന്ന് പറഞ്ഞു. എന്താ ഏതാ? അതെ. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ നാമം എന്ന സകലം നിങ്ങളെ പകയ്ക്കും, അതിൽ സന്തോഷിക്കണം. ലോകം നിങ്ങളെ, നമ്മൾ ലോകത്തെയും ലോകത്തുള്ളതിനെയും ഉപേക്ഷിക്കുമ്പോൾ ലോകവും ലോകത്തുള്ളവരും നമ്മുടെ ശത്രുവായി തീരും. നമ്മൾ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഏതെങ്കിലും തരത്തിൽ കുറ്റം കണ്ടുപിടിച്ച് ഇല്ലാത്തത് പറഞ്ഞ് നമ്മളെ തേജോവധം ചെയ്തുകൊണ്ടായിരിക്കും. അതെ. അപ്പം ആ സഹോദരിക്കോട് പറഞ്ഞു കൊടുത്ത് തന്നെയാണെന്നറിയാമോ, അവരേതായാലും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ കർത്താവ് കുരിശയെ വെച്ച് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാത്തതുകൊണ്ട് അവരെ അനുഗ്രഹിക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്നുണ്ട്. അത് എത്രാം വാക്യമാണ്? റോമർ 12-ന്റെ എത്രാം വാക്യം? അത് ശത്രുക്കളെ സ്നേഹിക്കണം, ശത്രുക്കളെ അനുഗ്രഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശപിക്കാതെ. അത് എത്രാം വാക്യ? തിന്മാൻ കൊടുക്കുക, തീക്കനൽ കുന്നിക്കും, പിന്നെ നന്മയാൽ തിന്മയെ ജയിക്കുക. അപ്പൊ ശപിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിക്കണമെന്നൊരു വാക്കുണ്ട്. എത്രാമത്തെ വാക്യത്തില്? റോമർ 12-ലെ ഒരു വാക്യമാണ്. ശപിക്കുന്നവരെ ശപിക്കരുത്, അനുഗ്രഹിക്കണമെന്നാണ്. 14 ഒന്ന് വായിച്ചാൽ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കും. അപ്പൊ ഈ വാക്യം പറഞ്ഞു കൊടുത്തു. ഇത് നല്ല അവസരമാണ് കർത്താവിനെ സാക്ഷിക്കാൻ. ഏതായാലും അവർ ബഹളം ഉണ്ടാക്കുക. ആ ബഹളത്തിൽ നമ്മളും കൂടെ പ്രാർത്ഥിക്കുക, കർത്താവ് ഈ സഹോദരി അല്ലെ എൻ്റെ ഈ കൂട്ടുകാരത്തി പറയുന്നത് എന്താണെന്നവർക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞ് നല്ല വിദ്യ അങ്ങനെ പറയാമെന്ന് പറഞ്ഞ് പോയിരിക്കുക. നമുക്ക് അങ്ങനെ ക്ലാസ് റൂമിലും ശത്രുക്കളുടെ മധ്യത്തിലും യേശുവിനെ സാക്ഷിക്കാൻ അങ്ങനെ സാക്ഷിച്ച് മാനസാന്തരപ്പെട്ടവരുണ്ടെന്നാണ് പറയുന്നത്. ഇവർ ചെയ്തതെന്ന് അറിയാത്തതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. അങ്ങനെ പറയാൻ സാധ്യത. അമ്മായിയമ്മയ്ക്കും മരുമകൾക്ക് വേണ്ടി അയൽവക്കക്കാർക്ക് വേണ്ടിയൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാം. ഏതാ ദൈവമേ, അവരറിയാതെ അത് പറയുന്നത്. യേശുവിൻ്റെ ആ മാതൃ, യേശുവിൻ്റെ ആ പ്രാർത്ഥന കേട്ടപ്പോഴാണ് ശതാധിപൻ ദൈവത്തിന്റെ പുത്രനാണെന്ന്, യേശുവിന്റെ പ്രതികരണങ്ങൾ കണ്ടപ്പോഴാണ് വലതുവശത്തെ കള്ളൻ ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് മനസ്സിലായത്. അതെ, ജപ്പാനോസിന്റെ കല്ലേറിനിടയിലാണ് ഇവൻ ദൈവത്തിന്റെ ആളാണെന്ന് പൗലൂസിന് മനസ്സിലായി. അപ്പം നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളോടും സുവിശേഷത്തിന് വേണ്ടിയാണ് യേശുവിനെ സാക്ഷിക്കാൻ. എത്ര അവസരം പാഴാക്കി. ക്ഷമ ചോദിക്കണ്ടേ? അതുകൊണ്ട് ക്ഷമ ചോദിക്കാൻ വേണ്ടി ഉച്ചനമസ്കാരം നടത്താൻ പോവുക. മാതാവ് കിട്ടിയ അവസരം വേണ്ടി യേശുവിനെ സാക്ഷിച്ചു. ഉച്ചനമസ്കാരം നടത്തി, കർത്താവെ ഞങ്ങൾക്ക് നിന്നിൽ സന്തോഷിച്ച് നിന്റെ നാമം ഉദ്ഘോഷിക്കാൻ തന്ന ഒത്തിരി അവസരം ഞങ്ങൾ പാഴാക്കി. അങ്ങനെ ഈ കർത്താവ് കുരിശിൽ കാണിച്ച മാതൃക, മാതാവ് കാണിച്ച മാതൃക, അപ്പോസ്തലന്മാർ കാണിച്ച മാതൃക, അന്തോണിയോസ് പിതാവ് കാണിച്ച മാതൃക, ഇതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് ഞങ്ങളുടെ ഉള്ളിലെ യേശു വലിയ ദൈവമാണെന്ന് ശത്രുക്കളെ കൊണ്ടൊന്ന് പറയിപ്പിച്ചിട്ട് അവരെ മനം മാറണം, മതം മാറണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അവർക്ക് ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷെങ്കിൽ അവർക്ക് യേശുവിനെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി കൊച്ചുനമസ്കാരം നടത്തുകയാണ്. നേരുള്ളവർക്ക് ഉചിതമെന്ന് 33-ാം സങ്കീർത്തനക്കാരൻ 1-ാം വാക്യത്തിൽ പറയുന്നത്, ആരുടെയെങ്കിലും സ്തുതി നിന്നുപോയെങ്കിൽ നേരുകേടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നേരിന്റെ എതിരാണ് ബോഷ്ക്ക്. പിശാചിന്റെ പേര് കള്ളം പറയുന്നവനും കള്ളം പറയുന്നു. അപ്പൊ പിശാചിന് നമ്മുടെ അകത്ത് ഇടം കിട്ടുമ്പോഴാണ് സ്തുതി നിന്ന് പോകുന്നത്. അപ്പൊ സ്തുതി നിന്നാ വിചാരിച്ചാൽ കള്ളനകത്ത് കയറിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനത് കള്ളനും കള്ളിയുക. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം കള്ളനെ വിളിക്ക്, ചാടിച്ചാൽ മാത്രമേ സ്തുതി ഉണ്ടാവൂ. ഈ കള്ളൻ കയറിയാലുള്ള കുഴപ്പം എന്നാണെന്നറിയാവോ? കള്ളൻ നമ്മുടെ പ്രാണനെ അപകരിച്ചുകൊണ്ട് പാതാളത്തിലോട്ട് പോകും. പാതാളത്തിൽ ചെന്ന് മൃത്യു നമ്മുടെ മേയ്ക്കും പാതാളം പാടുള്ള സ്തുതിയില്ല. അപ്പൊ നമ്മൾ പാതാളത്തിലായെന്ന അതിന്റെ അർത്ഥം. പാതാളത്തിൽ പോകുന്നവർക്ക് സ്തുതിക്കാനൊക്കെ എന്നൊരു വചനമുണ്ട്. അത് എത്ര മകിയോ?
പാതാളത്തില് പാതാളത്തിൽ സ്തുതിയില്ല. പാതാളത്തിൽ സ്തുതിക്കാനൊക്കെയില്ല. അപ്പൊ നമ്മളുടെ പ്രാണൻ പാതാളത്തിൽ പോകാൻ കാരണം എന്നാ? സ്വയത്തിൽ ആശ്രയിച്ചു. 49 സങ്കീർത്തനം 11 വാക്യത്തിൽ ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാണ്. അവരുടെ പ്രാണൻ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയ്ക്കുന്നു, പുലർച്ചയ്ക്ക് അവരുടെ പാൽ. അപ്പൊ നേരുള്ളവർക്ക് മാത്രമേ പിന്നെ ഈ ഇവിടുന്ന് വീണ്ടെടുക്കപ്പെടുന്ന സ്തുതി പറയാൻ. ആരാ നേരുള്ളവർ? യേശുവുള്ളവർ. യേശുവാണ് നേര്, യേശുവാണ് സത്യം. ഞാൻ തന്നെയാണ് സത്യം എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ യേശു ഇല്ലാത്തവർ, നേരില്ലാത്തവർ, അവരെ പാതാളത്തിൽ പോയി സ്തുതി മുടങ്ങിക്കിടക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുറച്ച് പാതാളം ഇല്ലേ? ഉണ്ട്. ആ പാതാളത്തിലെ പ്രാണനെ മുഴുവനും വീണ്ടെടുത്ത് യേശുവിൻ്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും സ്തുതിക്കാൻ ഒക്കെയുള്ളൂ. ആ കാര്യം 40 സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ മരണവും പിശാചും കള്ളനും കയറിയിട്ടുണ്ട്. ലോകത്തെക്കാൾ വേറെ നമ്മുടെ പ്രാണനെയാണ് ഇവൻ അപഹരിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് പാതാളത്തിൽ പോയിട്ട് നമ്മൾ സ്തുതിക്കാൻ വല്ലാതെ മൗനമായിട്ടിരിക്കുക. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. പാതാളത്തിൽ അത് അങ്ങനെ ഒരു വാക്യമുണ്ട്. മരിച്ചവരും ഏതാ? പാപത്തിൽ മരിച്ചവരാ. അത് നോക്കിയാട്ടെ. പാപത്തിൽ മരിച്ചവർക്ക്, പാതാളത്തിൽ പോയവർക്ക് അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒക്കുകയില്ല. വാക്യം കണ്ടോ? ഏതൊക്കെയാ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഏതാ? കണ്ടുപിടിച്ചോ? മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവരാരും ദൈവത്തെ, അത് എത്ര വാക്യ? 115 അത് വായിച്ചാട്ടെ. നാമോ? അപ്പൊ ഈ സങ്കീർത്തനക്കാരൻ ഒരിക്കലും സ്തുതി നിർത്തുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ? ഈ സങ്കീർത്തനക്കാരൻ ഇനി ഒരിക്കലും ഞാൻ സ്തുതി നിർത്തുകയില്ല. കാര്യം എന്നാ? ഞാൻ എന്റെ പ്രാണനെ അവൻ വീണ്ടെടുത്ത് ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ ഉള്ളിൽ ആക്കിയെന്നാ പറയുന്നത്. അങ്ങ് എപ്പോഴാണ് നമ്മുടെ പ്രാണൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ഉള്ളിലാകുന്ന 40 സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്നെ നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞു ചേരുന്ന അവൻ എന്നെ കയറ്റി ഒരു പാറയിൽ നിർത്തി. അപ്പോൾ ആ പാട്ടൊരിക്കലും നിൽക്കുകയില്ലെന്ന. അപ്പൊ നമ്മൾ പ്രാണൻ മുഴുവൻ പാതാളത്തിൽ നിന്ന് കയറി യേശു ആകുന്ന പാറയിൽ നിന്നാൽ പിന്നെ സ്തുതി ഒരിക്കലും. അപ്പൊ യേശു ആകുന്ന നേരുള്ളവരായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ യേശു നമ്മുടെ ഉള്ളത്തിൽ ജീവിച്ചുകൊണ്ട് ആരാധന, സ്തുതി തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പിതാക്കന്മാർ നിൻ സ്തുതിയും ഹല്ലേലൂയയും നിർത്തരുത്. അപ്പൊ വാഗുകൊണ്ട് സ്തുതി പറഞ്ഞില്ലേലും ഹൃദയം കൊണ്ട് സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ശ്വാസോച്ഛ്വാസം പോലെ ശ്വാസോച്ഛ്വാസത്തെ സ്തുതിയും ആരാധനയുമായി പിതാക്കന്മാർ ബന്ധിപ്പിച്ചിട്ടുണ്ട്. സ്തുതിക്കുക എന്ന് പറയുന്നത് ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ ഓക്സിജൻ വലിക്കുന്നത് പോലെയാണ്. ശ്വാസോച്ഛ്വാസത്തിനകത്ത് പ്രാണവായു വലിക്കാനാണ് ശ്വാസം വലിക്കുന്നത്. പക്ഷെ ശ്വാസം വലിക്കുമ്പോൾ പ്രാണവായു അകത്തോട്ട് കയറി അത് രക്തത്തിൽ ചെന്നു കഴിഞ്ഞാൽ രക്തത്തിൽ മരണത്തിന്റെ ഒരു വായു ഉണ്ട്. അതേതാ? കാർബൺ ഡയോക്സൈഡ് എന്നതിന്റെ പേര്. അമ്ലജനകം. കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് മരണവായുവാ. നമ്മൾ ശ്വസിച്ചത് ഓക്സിജനാ, പ്രാണവായു. പ്രാണവായു അകത്ത് നമ്മുടെ ജീവൻ തരുമ്പോൾ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഒരു അശുദ്ധ വായുവാണ് കാർബൺ ഡയോക്സൈഡ്. അത് വെളിയിൽ ചാടിച്ചാലേ പിന്നെ അടുത്ത ശ്വാസം വലിക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ ഉച്ഛ്വാസം എന്ന് പറയുന്നത് എന്നതാണ്? നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അശുദ്ധ കാർബൺ ഡയോക്സൈഡിനെ വെളിയിലോട്ട് കളയുന്നതാണ്. അത് വെളിയിലോട്ട് കളഞ്ഞാലേ പിന്നെ ഓക്സിജൻ വലിക്കാൻ ഒക്കെയുള്ളൂ. അപ്പൊ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഉണ്ടാകുന്നതാ? ശ്വാസം വലിച്ച് ജീവിക്കാനുള്ള ബന്ധപ്പാടുണ്ടാകുന്ന ഒരു വേസ്റ്റാണ്. അത് വെളിയിൽ തള്ളിയാൽ കഴിഞ്ഞാൽ മാത്രമേ പിന്നെ നമുക്ക്, നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ. നമ്മൾ പകൽ 2-3 പ്രാവശ്യം ആഹാരം കഴിക്കും. ക്ലബിനെ പോകണ്ടേ കക്കൂസിൽ? തലേദിവസം 3-4 പ്രാവശ്യം കഴിച്ച് എന്റെ വേസ്റ്റ് കൊണ്ട് കളഞ്ഞാലേ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒക്കുള്ളൂ. അത് കെട്ടിക്കിടന്നേ അങ്ങനെ ഇരിക്കും. പിന്നെ ദഹനക്കേട്, പിന്നെ വയറ്റുവേദന, മഹാവൃത്തികേട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ആഹാരം കഴിക്കുന്ന ജീവിക്കാനാണെങ്കിലും ആഹാരം കഴിച്ചാൽ വേണ്ടാത്ത സാധനം പിന്നെ ഉണ്ടാകും. അതിനെ കളയണം. കളഞ്ഞിട്ട് പിന്നെ വേണ്ടത് കഴിക്കാൻ. അതുപോലെ തന്നെ ആദ്യം പ്രാണവായു നമ്മൾ വലിച്ചു കയറ്റുന്നു, കാർബൺ ഡയോക്സൈഡ് ഉച്ഛ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അത് ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്നത് പ്രാണവായു വലിക്കുന്നതാണ്, ഉച്ഛ്വസിക്കുന്ന പിശാചിനെ ഓടിക്കുന്നതാണ്. അപ്പം നന്മ വരുന്നിടത്ത് തിന്മയും കയറി വരും. തിന്മയെ ഓടിച്ചിട്ട് പിന്നെ നന്മ ചെയ്യുക. അപ്പൊ 2 നന്മ ചെയ്തതിനിടയിൽ ഒരു തിന്മ കയറി വരും. ആരാധനയും കൂടി അതിനെ കളയാൻ. അതുകൊണ്ടാണ് ആരാധന നിർത്തരുത്. നിൻ സ്തുതിയും ഹല്ലേലൂയയും നിർത്തരുതെന്ന് പറയാനാണ്. ശ്വാസോച്ഛ്വാസം നിർത്തിയിട്ട് വല്ല പണി ചെയ്യാൻ പോകും. ചെയ്താൽ ചത്തു. അപ്പൊ എല്ലാം വലിക്കപ്പെടണമെന്ന് പറയുന്നൊരു കാര്യം അതാ. അതെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ
ശക്തിയായി ദൈവാത്മാവിനെ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഇളകുന്ന പിശാചിനെ ഓടിച്ചിട്ട് വേണം പിന്നെ ശ്വാസം വലിക്കാൻ. ഇതിടപെടാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിർത്താനൊക്കുവോ? ആ ജീവനുള്ളവർക്ക് ശ്വാസം വലിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ആസ്മാരോഗമുള്ളവരുടെ ശ്വാസകോശം അടഞ്ഞു പോകും, കഫം കയറി അങ്ങ് മുടങ്ങും. പിന്നെ ഓക്സിജൻ കുത്തി വെക്കേണ്ടി വരും, ഓക്സിജൻ മൂക്കിനകത്തോട് കയറ്റിയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ആരാധന നിന്നു പോകുന്നെങ്കിൽ ആസ്മാരോഗം പിടിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. പറഞ്ഞാൽ പിന്നെ കൃത്രിമമായിട്ട് കൊടുക്കേണ്ടി വരും. കൂട്ടായ്മയുടെ ഗുണം അതാണ്. കൂട്ടായ്മ അതാണ് ഗുണം. ഒരാളുടെ സ്തുതി നിന്നു പോയാലും മറ്റുള്ളവരുടെ കൂടെ സ്തുതിച്ച് കഫമെല്ലാം മാറ്റി ക്ലീനായിട്ട് ശ്വാസം വലിക്കാൻ സാധിക്കും. അപ്പോൾ കൂട്ടായ്മയുടെ ഗുണം അതാണ്. അപ്പോൾ ഈ തിന്മയെന്ന് പറയുന്നത് നന്മ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. മലമെന്ന് പറയുന്ന ആഹാരം കഴിച്ചതിന് ശേഷം ഉണ്ടായ സാധനമാണ്. മലവും മൂത്രവും ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ലക്ഷണമാണ്. അത് കെട്ടിക്കിടക്കരുതെന്നേ ഉള്ളൂ. അത് പോകേണ്ടപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യത്തോടെ പിന്നെ വെള്ളം കുടിക്കാം, പിന്നെ ആഹാരം കഴിക്കാതെ ജീവിതത്തിൻ്റെ. അതുകൊണ്ടാണ് ശുദ്ധീകരണം മുറക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇടപെടാതെ വാങ്ങിച്ച് സ്തുതിയും സ്തോത്രവും ഇടപെടാതെ നടക്കും. അപ്പോൾ സ്തുതി എന്ന് പറയുന്നത് ഓക്സിജൻ വലിക്കുക, സ്തോത്രം എന്ന് പറയുന്നത് പിശാചിനെ ഓടിക്കുക. ഏതാ? ശ്വാസവും ഉച്ഛ്വാസവും പോലെയാണ് സ്തുതിയും. അതുകൊണ്ടാണ് സ്തുതിയും സ്തോത്രവും പ്രഭയും പൂഴ്ത്തിയും മാഞ്ഞു പോകാത്ത നല്ലവനെ ഇടപെടാതെ കരയറ്റണമെന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു. ഇത് നിൽക്കാൻ പാടില്ല. നിന്നെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശുദ്ധീകരണത്തിന് ഇത്രയും സമയം ഒരു ഉച്ചവരെയുള്ള സമയം നമ്മൾ വചനം വായിച്ചു. ഇപ്പോൾ ഉണ്ടായ ചില അശുദ്ധികളുണ്ട്, അതിനൊന്ന് മാറ്റണ്ടേ? അതിനെ കുഞ്ഞാട്ടിൻ്റെ രക്തം എന്നുള്ളതായ ആ പാട്ടുപാടി ക്ലീനിങ് നടത്തിയിട്ട് ഇനി എത്ര സമയം എപ്പോഴാണ് നിൽക്കേണ്ടത്? സമയം എപ്പോഴാണ്? 12 1 മണി വരെ. അപ്പോൾ ആ പാട്ടൊന്ന് പാടി ഒന്ന് ക്ലീനിങ് നടത്താം. ഇതുവരെയുള്ള നമ്മുടെ ശുശ്രൂഷയിൽ കൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടി, ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു, ഒത്തിരി ഓക്സിജൻ വലിച്ചു കയറ്റി. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ച് വെളിക്കൂടെ പോകാനുണ്ട്. കുഞ്ഞാട്ടിൻ്റെ